പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. തുടർമാനമായി ദൈവവചനം പഠിക്കുവാൻ സ്വർഗം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ തുടർമാനമായി വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുവാൻ ദൈവം ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ നാളുകളിൽ അത് ജോയിൻ ചെയ്ത എല്ലാവർക്കും അത് പ്രയോജനമായിരുന്നു. ദൈവം ഇന്ന് രാത്രിയിലും കർത്താവ് തന്നെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം സ്ഥിരമായി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റർ ബിൻസൺ അല്ല, ബൈബിൾ വായിക്കുന്ന ബിൻസി അല്ല, വേറൊരു ബിൻസി. തൻ്റെ ഹസ്ബൻഡിനെ ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് പട്ടി കടിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ തനിക്കും വളരെ പേടിച്ച് ആ ഹസ്ബൻഡ് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിഷയം ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് ദൈവം തന്നെ സൗഖ്യമാക്കുകയും പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരിയെ മാനസികമായി കർത്താവ് ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. നമുക്ക് ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ പാസ്റ്റർ തോമസ് ഫിലിപ്പ് പ്രാർത്ഥിച്ചാട്ട്. പാസ്റ്റർ തോമസ് ഫിലിപ്പ് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. അഗാപ്പെ ബൈബിൾ കോളേജിൽ കൂടി നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ് ബഹുമാനമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് പഠിപ്പാൻ, ഗ്രഹിപ്പാൻ കർത്താവെ അങ്ങ് പ്രകാരം ഒരുക്കിയ ഈ വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. പ്രത്യേകാല ഹല്ലേലൂയ സിസ്റ്റർ ബിൻസിക്കായി, തന്റെ ഹസ്ബൻഡിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യാതൊരു പ്രയാസവും കൂടാതെ എത്രയും പെട്ടെന്ന് സൗഖ്യം പ്രാപിപ്പാൻ, മാനസികമായി ഒരു ഹല്ലേലൂയ സമാധാനം അനുഭവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല ഹല്ലേലൂയ ഇന്ന് ക്ലാസ് എടുക്കുന്ന പ്രിയ ആൻഡ്രൂ സാറിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ ഹല്ലേലൂയ. അനവധി ഹല്ലേലൂയ ഓൺലൈനിലൂടെ ലോകത്തിലെ ഹല്ലേലൂയ അനേക രാജ്യങ്ങളിൽ ഹല്ലേലൂയ മാറ്റമില്ലാത്ത അങ്ങയുടെ വചനം ഹല്ലേലൂയ ശക്തിയോടെ ശുശ്രൂഷിപ്പാൻ ഏറിയ വർഷങ്ങളായി ഹല്ലേലൂയ കർത്താവ് ഉപയോഗിക്കുന്ന സ്നേഹത്തിന് നന്ദി. കർത്താവെ, ഹല്ലേലൂയയുടെ വരവ് താമസിക്കുന്നുവെങ്കിൽ അനേകരെ കർത്താവിലേക്ക് നേടുവാൻ അത്ഭുതകരമായി അതിശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ഓരോ ദിവസവും കർത്താവ് ഹല്ലേലൂയ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ ക്ലാസ് ഞങ്ങൾക്ക് ഏവർക്കും ഏറ്റവും അനുഗ്രഹമായി തീർക്കണമേ. അഡ്മിനായിരിക്കുന്ന അങ്ങയുടെ ഹല്ലേലൂയ ദാസനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ജോയിൻ ചെയ്യുവാനുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് ഹല്ലേലൂയ ഇന്നത്തെ ഹല്ലേലൂയ ക്ലാസ്സുകള് എല്ലാവർക്കും വലിയ വിടുതലും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനായും നന്ദി മഹത്വം അങ്ങേക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ തോമസ് ഫിലിപ്പ്. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻ ഡോക്ടർ CB ആൻഡ്രൂസിനെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ 17ാമത്തെ ലെസണിലേക്കാണ് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആദ്യമായി എൻ്റെ വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ ഷാജി കെ ദാനിയേൽ, പാസ്റ്റർ ലാഡു ജേക്കബ്, ഈ ദൈവദാസന്മാരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തനത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നിച്ച് ആഴ്ചയിലൊന്ന് നമുക്ക് കാണുവാൻ ദൈവം ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മറ്റുള്ള ചാപ്പൽ സർവീസിനൊക്കെ കയറണമെന്ന് ആഗ്രഹമുണ്ട്. വളരെ ബിസി ആയതുകൊണ്ടാണ് നടക്കാതെ പോകുന്നത്. മറ്റ് ദൈവദാസന്മാർ പാസ്റ്റർ തോമസ് ഫിലിപ്പ് എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ ഒട്ടും സമയം കളയാതെ ആ 1 മണിക്കൂറിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ തുടർന്നുള്ള വിഷയം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യം വായിക്കാം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ പാതാള ലോകത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ 12 ദിവ്യ വിശേഷതകളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 2 ക്ലാസ് കൂടെ എടുത്തെങ്കിലേ അത് തീരാൻ തക്ക നോക്കത്തുള്ളൂ. കാരണം നമ്മൾ പഠിച്ചു പോകുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഓരോ വിഷയവും
സംശയം മാറ്റി മാറ്റി അത് പൂർണ്ണമായി നമ്മുടെ പഠിച്ചിരിക്കത്തക്ക നിലയിലാണ് ക്ലാസ്സുകൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഓടിച്ചങ്ങ് പറയാം, അങ്ങനെ പറഞ്ഞു പോയാൽ ആർക്കും ഒന്നും പിടികിട്ടുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പാതാള ലോകത്തിന്റെ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അത് മരണത്തിന്റെ താക്കോലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അത് നീതിമാന്മാരുടെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വലിയതാകുന്നു. അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ പഠിക്കാനിടയായി. ഇപ്പം പാതാളത്തിൻ്റെയാണ്. പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. എല്ലാവരും ഇന്നെടുക്കുന്ന ക്ലാസ് വീണ്ടും ശ്രദ്ധിച്ചിരിപ്പാൻ തക്ക ഓർപ്പിക്കുന്നു. ബൈബിൾ വായന സഹായിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ അധ്വാനം വളരെ അനുഗ്രഹമാണ്. നിങ്ങൾ നന്നായി വായിച്ചെന്നെ സഹായിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു, സ്വർഗത്തിന് 3 തട്ടുകൾ ഉള്ളതുപോലെ തന്നെ സ്വർഗം, സ്വർഗാദി സ്വർഗം, 3-ാം സ്വർഗം. അതേ സ്വർഗത്തെ 3 സ്വർഗമാണെന്നുള്ളതിന്റെ വിഭാഗം 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. 3-ാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ട പൗലൂസിനെ കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്ന് പഠിച്ചത്. 1-ാം സ്വർഗത്തിന് മേഘമണ്ഡലമെന്നും 2-ാം സ്വർഗത്തിന് നക്ഷത്രമണ്ഡലമെന്നും 3-ാം സ്വർഗത്തിന് ദൈവത്തിന്റെ സിംഹാസന സ്ഥാനമായ 3-ാം സ്വർഗമെന്നും നമ്മൾ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പാതാള ലോകത്തിനും 3 ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ അനവധി വാക്യങ്ങൾ വായിച്ച് ചിന്തിച്ചു. അതിൽ 1-ാം പാതാളം, 2-ാം പാതാളം, 3-ാം പാതാളം. അത് മാനവജാതിയുടെ നീതിമാന്മാരുടെ ആത്മാക്കൾ അത് 1-ാം പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു എന്നുള്ളത് വാക്യസഹിതം ഞാൻ തെളിയിക്കുകയുണ്ടായി. ഏദൻ പർദീസ സ്വർഗീയ പർദീസായുടെ പ്രതിച്ഛായിയായിരുന്നു. സാക്ഷാത്തായ പർദീസ എന്ന് പറയുന്നത് സ്വർഗത്തിൽ, 3-ാം സ്വർഗത്തിൽ കർത്താവിന്റെ സിംഹാസനത്തിന്റെ സ്ഥാനമായ അതേ അടുത്തുള്ള പൂന്തോട്ടമാണ്, ആ തോട്ടമാണ് അതേ സാക്ഷാത്തായ പർദീസ. കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിപ്പിച്ചപ്പോൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ തക്കോട് എനിക്കും കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന് പൗലോസ് പറഞ്ഞല്ലോ. അതെ, ക്രിസ്തു ഇരിക്കുന്ന സ്ഥലത്താണ് ഈ പർദീസ ഇരിക്കുന്നത്. ആ പർദീസയിലേക്കാണ് പുതിയ നിയമത്തിലെ വിശുദ്ധന്മാർ ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിലെ ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരും ക്രൂശിലെ അവസാനത്തെ കള്ളൻ വരെ ഈ ഭൂമിക്കടിയിൽ ദൈവം താൽക്കാലികമായി ഒരുക്കിയിരുന്ന പർദീസയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന് 1-ാം പാതാളം എന്ന് പറയുന്നു. 1-ാം പാതാളത്തിന്റെ ശരിയായ പേര് പർദീസ എന്നാണ്. അത് നമ്മൾ തെളിവ് സഹിതമാണ് പഠിച്ചത്. അതിന് അബ്രഹാമിന്റെ മടി എന്ന് യഹൂദന്മാർ വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചപ്പോൾ ധനവാന്റെയും ലാസറിന്റെയും ചരിത്രം പഠിച്ച സന്ദർഭത്തിൽ മോശയുടെയും പ്രവാചകന്മാരുടെയും കാലത്തുണ്ടായ ഒരു സംഭവമാണ് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ അതിന്റെ 19 വാക്യങ്ങളിൽ പഠിച്ചത്. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത തെളിവ് മോശയും പ്രവാചകന്മാരും അവർക്കുണ്ടല്ലോ. അപ്പൊ മോശയുടെയും പ്രവാചകന്മാരുടെയും കാലത്ത് നടന്ന ഒരു സംഭവം കർത്താവ് എടുത്ത് തൻ്റെ ജനത്തിന് കൊടുത്ത ഭാഗമാണ് ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായം, ധനവാന്റെയും ലാസറിന്റെയും ചരിത്രം. അതിൽ മേലത്തെ പർദീസായിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പ്രവേശിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുകൂടി അതേ ഏദൻ തോട്ടത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളുമായി അതേ കെരൂബുകളെ എവിടെ ആക്കിയത് സാക്ഷാത്തായ പർദീസയിലേക്കുള്ള മനുഷ്യന്റെ പ്രവേശനം പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയി എന്നാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത്. ആദാമിനെ ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ നിന്ന് വെളിയിലിറക്കി ദൈവം തമ്പുരാൻ അതിന്റെ കഥ കടച്ചു. കാരണം ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് ദൈവം തീരുമാനിച്ചു. മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണ് അവനെ ഇറക്കി വിട്ടത്. ദൈവദേശം നഷ്ടപ്പെട്ടു പോയി. അവന് അത് പാപം ചെയ്തു, ഭൂമി ശപിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് ഇനിയും ഈ തോട്ടത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന വാളിന്റെ വെട്ട് ഒരാളെ ഏറ്റെങ്കിൽ മാത്രമേ അവിടേക്ക് പ്രവേശിക്കാൻ തക്ക നോക്കത്തുള്ളൂ. സക്കറിയ പ്രവചനം 13-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വാളെ ഉണരുക, എന്റെ കൂട്ടാളിയായ ഇടേന്റെ നേരെ വെട്ടുക. കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി ആ വാള് യേശുവിനെ എൻ്റെ മേൽ വീണ് ആ ന്യായവിധിയാണ് ആ വാളിനെ കാണിക്കുന്നത്. അതേ എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം ഇല്ലാത്തവരായി തീർന്നു. മാനവജാതിയുടെ സകല പാപവും നമ്മുടെ കർത്താവായ യേശു സ്വമനത്താൽ ഏറ്റുകഴിഞ്ഞപ്പോൾ പിതാവായ ദൈവം നോക്കിയ ഒരു കരുണയുമില്ലാതെ പാപത്തിന്റെ ശമ്പളം മരണമാണ്. അതേ ഈ പാപം ഏറ്റെടുത്ത കർത്താവിനെ ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന
വാള് കാൽവരി ക്രൂശിൽ വെട്ടുവാൻ തക്കവടിയായി. ഇതെല്ലാം നമ്മൾ അതിന്റെ അർത്ഥത്തിൽ ചിന്തിക്കണം. വാളെ ഉണരുക, എൻ്റെ കൂട്ടാളിയായി ഇടേണ്ട നേരെ വെട്ടുക. ആ വെട്ട് കർത്താവ് കാൽവരിൽ ഏറ്റു. ഏദൻ തോട്ടത്തിലെ സാക്ഷാത്തായ പർദീസായിലേക്കുള്ള ആ അടഞ്ഞിരിക്കുന്ന ആ വാതില് അത് തുറന്നു. ആ വാള് എന്നേക്കുമായി അവിടുന്ന് മാറ്റപ്പെട്ടു. ഇപ്പോൾ മരിക്കുന്ന വിശുദ്ധന്മാർ അതേ ഭൂമിക്കടിയിലുള്ള പർദീസയിലേക്കല്ല പോകുന്നത്, അത് സ്വർഗീയ പർദീസയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്കും കാംക്ഷയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി യോസേപ്പിന്റെ കല്ലറയിൽ കർത്താവിന്റെ ശരീരം അടക്കിയെങ്കിലും നമ്മൾ ചിന്തിച്ചു, അവൻ ആത്മാവിൽ അതേ പാതാള ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. 1 പത്രോസ് 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ അവൻ ആത്മാവിൽ ചെന്നു, പാതാള ലോകത്തിലേക്ക് ചെന്നു എന്ന് വായിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ അവൻ ദത്തന്മാരെ പിടിച്ചുകൊണ്ട് സ്വർഗങ്ങളിലേക്ക് കയറി. സ്വർഗത്തിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ അവൻ കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണശേഷം തൻ്റെ ആത്മാവ് സ്വർഗീയ പർദീസയിലേക്ക് പോയില്ല, തൻ്റെ ആത്മാവ് ഭൂമിക്കടിയിലുള്ള പർദീസയിലേക്ക് കടന്നു ചെന്നു. അതേ അവിടെ പാതാള ലോകത്തിൽ, അതിൻ്റെ മേലത്തെ പാതാളത്തിൽ, അബ്രഹാമിൻ്റെ മടിയിൽ, ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് പറഞ്ഞിട്ട് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യം മനസ്സിലാകത്തുള്ളൂ. അബ്രഹാമിൻ്റെ മടിയിൽ അല്ലെങ്കിൽ പർദീസായിൽ വിശ്രമിക്കുന്ന ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരും അവിടെ ഉണ്ട്. അവസാനത്തെ അത് ക്രൂശിലെ കള്ളനാണ് അവസാനമായിട്ട് അവിടെ വന്നിരിക്കുന്നത്. നീ ഇന്ന് എന്നോടൊരു പർദീസായിരിക്കുമെന്ന് പറഞ്ഞു. കർത്താവ് പാതാള ലോകത്തിലേക്ക് ഭൂമിക്കടിയിലുള്ള പർദീസയിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കള്ളനും മരിച്ചു, തൻ്റെ ആത്മാവ് ഈ പർദീസയിലേക്ക് വന്നു. എന്തൊരു സന്തോഷത്തിന്റെ സന്ദർഭമായിരുന്നു. അതേ പഴയ നിയമ വിശുദ്ധന്മാർ, ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരും അതേ അവിടെ താമസിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരോട് പറഞ്ഞു, തൻ്റെ മക്കളോട് പറഞ്ഞു, ഞാനാണ് യേശു, യാഗം കഴിച്ച് എന്നോട് നിങ്ങൾ നിയമം ചെയ്തവരാണ്. ആ കാൽവരിയിലെ യാഗം എന്നേക്കുമായി ഞാൻ സാധിപ്പിച്ചു എന്ന് വിളംബരം ചെയ്തു, പ്രൊക്ലെയിം ചെയ്തു. അത് പ്രസംഗിച്ചെന്നാണ് 1 പത്രോസ് 3-ാം അധ്യായം 21-19 വാക്യങ്ങൾ വായിക്കുന്നത്. തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചെന്നാ. അവിടെ സുവിശേഷം പ്രസംഗിക്കാൻ പോയതല്ല. കർത്താവായ യേശു ക്രിസ്തു ഇതുവരെയും നിങ്ങൾ നോക്കി കാത്തിരുന്ന, യാഗം കഴിച്ച, എന്നോട് നിയമം ചെയ്ത, ദൂരത്തുനിന്ന് കണ്ട് കാൽവരിലെ മരണം കണ്ട് യാഗം കഴിച്ചില്ലേ, ആ യാഗം ഞാൻ എന്നേക്കുമായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള ആ പ്രസംഗം എന്ന് പറയുന്നത് പ്രൊക്ലെയിം ചെയ്തെന്നാണ് ഇംഗ്ലീഷിലെ. വിളംബരം ചെയ്തു. അവനവിടെ അവിടെ വിളംബരം ചെയ്തു കഴിഞ്ഞപ്പോൾ പാതാള ലോകത്തിൽ ഏറ്റവും അടുത്തിട്ട് കിടക്കുന്ന അതേ പാപം ചെയ്ത ദുഷ്ടന്മാരുടെ ആത്മാക്കളും ആ വിളംബരം കേട്ടു. അവർക്കത് ന്യായവിധിയുടെ ശബ്ദമായിട്ടാണ് തോന്നിയത്. യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ ലോകത്തിനൊരു ന്യായവിധി ഉണ്ടെന്നുള്ള ശബ്ദമാണ് അവർക്ക് കേൾക്കുവാനിടയായത്. ആ യേശു മരിച്ചു എന്നുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ പാതാള ലോകത്തിൽ ഏറ്റവും അടുത്തിട്ടുള്ള ധനവാൻ ഉൾപ്പെടെ കയ്യിൽ മുതലുള്ള സകല ദുഷ്ടന്മാർ ഇത് കേട്ടപ്പോൾ അവർ ഭയന്ന് വിറച്ചുപോയി. ഇനിയും എരിയുന്ന തീപ്പൊയിലേക്കാണ് നമ്മളെ അടുത്തായിട്ട് ഇടാൻ പോകുന്നത് എന്നുള്ള ചിന്തയാണ് അവർക്ക് പെട്ടെന്ന് കടന്നു വരുവാൻ വേണ്ടി ആയിത്തീർന്നത്. കാരണം ദൈവം അത് വിളംബരം ചെയ്തു. ഇനി നമ്മൾ ചിന്തിക്കാനുള്ളത്, യേശു ക്രിസ്തു എന്നിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പം എന്നെ അകാപ്പയിന്ന് ചില ആൾക്കാർ വിളിച്ച് സംശയം ചോദിച്ചു. അതിൻ്റെ ഉത്തരം കൂടെ പറഞ്ഞിട്ട് വേണം ഈ 2-ാം പാതാളത്തിൽ കിടക്കുന്ന ആരാണെന്ന് പഠിപ്പിക്കാൻ തക്കൊന്ന് പോവുകയാണ്. അതായത് യേശു ക്രിസ്തു ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരുടെ ആത്മാക്കളുമായിട്ട് നിങ്ങളെ ഞാൻ സ്വർഗീയ പർദീസയിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് എന്ന് വിളംബരം ചെയ്തപ്പോൾ അവർ സന്തോഷത്തോടുകൂടി യേശുവിൻ്റെ കൂടെ ഇറങ്ങി. ഇവർക്കൊക്കെ അന്യോന്യം സംസാരിക്കാനും സ്തുതിപ്പാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യന്, ആത്മാവിന് അത് ഇറങ്ങി വന്ന ഒരു സന്തോഷത്തോടും സ്തുതി സ്തോത്രങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുറകെ ഒരു ജാഥയായിട്ട് നമ്മുടെ മാനുഷികമായ ചിന്തയിലാണ്, ഞാനിത് ഭാവനയിലാണ് അതേ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഒരു വലിയ ജാഥയാണ് കർത്താവിൻ്റെ പുറകിലുള്ളത്. ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാർ, അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ഹാനോക്ക്, കാലേബ്, യോശുവ, ഇവരെല്ലാം ആത്മാക്കളാണ് ഇങ്ങോട്ട് ജാഥയായിട്ട് കർത്താവിൻ്റെ കൂടെ വരികയാണ്. ആ വരുന്ന വരവെങ്കിൽ കർത്താവ് ആത്മാവിൽ തൻ്റെ യോസേപ്പിന്റെ കല്ലറയിൽ എഴുന്നേറ്റ് ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റു.
ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് മഗ്ദലക്കാരത്തി മറിയ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കല്ലറയ്ക്ക് ചെന്നപ്പോൾ ദൂതൻ പറഞ്ഞു, അതേ, അവൻ ഇവിടെ ഇല്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് നിന്റെ സഹോദരന്മാരോട് പോയി പറയുക എന്ന് പറഞ്ഞിട്ട് മഗ്ദലക്കാരത്തി മറിയ, 7 ഭൂതങ്ങൾ ബാധിച്ച് കർത്താവ് രക്ഷപ്പെടുത്തിയ മറിയ അത് കേട്ട് യേശുവിൻ്റെ ശരീരം കാണാതെ വന്നപ്പോൾ പുറത്ത് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ ഭാഗമാണ് പലരും സംശയം ചോദിച്ചത്. അതേ, കർത്താവിൻ്റെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന സന്ദർഭത്തിങ്കൽ അതേ മറിയ ഇവിടുന്ന് കരയുന്ന കണ്ടു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് മറിയയുടെ പുറകെ നിൽക്കുകയാണ്. സ്ത്രീയെ, നീ എന്തിന് കരയുന്നു എന്ന് ചോദിച്ചു. ഉടനെ അവൾ കൊടുത്ത മറുപടി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ആ ഭാഗം വായിച്ചതാണ്. സ്ത്രീയെ, നീ എന്തിന് കരയുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അയ്യോ, അവൻ തോട്ടക്കാരന് നിരൂപിച്ചിട്ട് യജമാനെ, നീ അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ ഞാനത് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അവിടെ സ്നേഹം എത്ര വലുതായിരുന്നു. ആ വെളുപ്പാൻ കാലത്ത്, അതും ഇരുട്ടുള്ളപ്പം, ഒരു ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകാൻ തയ്യാറായി നിൽക്കുന്ന മഗ്ദലക്കാരത്തി മറിയയുടെ സ്നേഹം. ശവക്കോട്ടയിൽ രാത്രിയിൽ ഭർത്താവുമായിട്ട് ഒറ്റയ്ക്ക് പോയാലും അതേ പേടിച്ചാണ് പോകുന്നത്. കാരണം നമ്മുടെ അപ്പൂപ്പൻ എഴുന്നേറ്റ് വരുമെന്നൊരു ചിന്ത എല്ലാവർക്കും ഇല്ലേ? ആരെങ്കിലും രാത്രിയിലെ ശവക്കോട്ട കൂടെ പോകാറുണ്ടോ? അവിടുന്ന് ദൂരെ പോകത്തുള്ളൂ. എൻ്റെ ചില അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്, പക്ഷെ നമുക്ക് അത് കേട്ടാൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നമുക്ക് സമയമില്ല, വചനം മാത്രം നമുക്ക് പഠിക്കാം. അപ്പം ഞാൻ പറഞ്ഞത്, അതെ, അങ്ങനെ മറിയ പറഞ്ഞു, അത് എവിടെ വെച്ചെന്ന് നീ എന്നോട് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു, ഞാനത് എടുത്തുകൊണ്ട് പോക്കണം. മരിച്ചിട്ട് 3 ദിവസമായിരുന്നു പോയി നോക്കണം. ഉടനെ കർത്താവ് പറഞ്ഞു, മറിയേ എന്നൊരു വിളിയാ. ഈ വിളി എത്ര പ്രാവശ്യം അവൾ കേട്ടതാ. ആ സ്വരം കേട്ടപ്പോഴേ അവൾ പറഞ്ഞു, റബൂനി എന്ന് പറഞ്ഞ് കർത്താവിനെ മനസ്സിലായി. ഉടനെ കർത്താവിനെ അത് നമസ്കരിക്കാൻ, കെട്ടിപ്പിടിക്കാൻ തക്കോണം, തൊടാൻ തക്കോണം ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ കടന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞു. നോക്കണമേ, യേശു ഉയർത്തെഴുന്നേറ്റ് വന്ന സമയം മറിയോട് പറഞ്ഞ വാചകമാണ്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കടന്നു പോയിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ സ്വർഗാരോഹണം എന്ന് പറയുന്നത് ഒലിവുമലയുടെ മുകളിൽ നിന്നാണ്. യേശു ക്രിസ്തു രഹസ്യമായിട്ട് ഇതിനു മുൻപേ സ്വർഗത്തിൽ പോയി എന്ന് പറയാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല, അതുകൊണ്ട് എന്നെ തുടരുത്. അന്ന് തന്നെ മറിയേം തൊട്ടു. പല സ്ത്രീകളും എൻ്റെ കാലെ പിടിച്ച് നമസ്കരിച്ചു. തോമസിനോട് പറഞ്ഞു, നീ എൻ്റെ കയ്യിലേക്ക് നിന്റെ വിരലിടുക, വേലാപ്പുറത്ത് നിന്റെ കൈയിടുക എന്നൊക്കെ പറഞ്ഞില്ലേ? അന്ന് തന്നെ തൊടാൻ സമ്മതിച്ചു. പക്ഷെ ഇപ്പം തൊടാൻ സമ്മതിച്ചില്ല. കർത്താവ് ഈ ആത്മാക്കളെ കൊണ്ട് രഹസ്യമായി സ്വർഗത്തിൽ ചെന്ന് പിതാവിൻ്റെ മുമ്പിൽ ഈ ആത്മാക്കളെ കാഴ്ചവെക്കുകയും പർദീസയിലേക്ക് ഈ ആത്മാക്കളെ മൊത്തം, എവിടെ, കാബേൽ മുതലുള്ള അവസാനത്തെ കള്ളം വരെയുള്ള കോടാനുകോടി ആത്മാക്കളെ അതേ പർദീസയിലേക്ക് പ്രവേശിപ്പിച്ചു. പുതിയ നിയമത്തിൽ ഇപ്പോൾ മരിക്കുന്ന പ്രിയപ്പെട്ട വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അതേ ഈ ഭൂമിക്ക് അടിയിൽ വെച്ചിരിക്കുന്ന പർദീസയിലേക്കല്ല പോകുന്നത്, സ്വർഗീയ പർദീസയിലേക്കാണ് പോകുന്നത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്കും കാംക്ഷയുണ്ട്. ഇത് യേശു ക്രിസ്തുവിന്റെ രഹസ്യമായ ഒരു സ്വർഗാരോഹണമായിരുന്നു. അതുപോലെ തന്നെ യേശുവിന്റെ പരസ്യമായ സ്വർഗാരോഹണം എന്ന് പറയുന്നത് ഗലീലാ പുരുഷന്മാർക്കാകെ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന പോലെ അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോയവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. യേശു ക്രിസ്തുവിന്റെ സ്വർഗത്തിലേക്കുള്ള ആരോഹണത്തിന് 2 ഘട്ടമുണ്ട്. ഒന്ന് രഹസ്യമായി പോയി പഴയ നിയമ ആത്മാക്കളെ കൊണ്ട്, പരസ്യമായി എല്ലാവരും കാണുക ഒലിവുമലയുടെ മുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയി. യേശു ക്രിസ്തുവിന്റെ വരവിനും 2 ഘട്ടമുണ്ട്. അവൻ രഹസ്യമായി വരുന്നു, പരസ്യമായി വരുന്നു. അത് പറയാൻ ഞാൻ വന്നത്. അവൻ പരസ്യമായി സ്വർഗത്തിലേക്ക് പോയല്ലോ, എന്നാൽ ഇനി അവൻ അതേ രഹസ്യമായിട്ട് ഒരു വരവുണ്ട്. കള്ളവനെ പോലൊരു വരവുണ്ട്. അതുപോലെ തന്നെ ആ തൻ്റെ ജനത്തെ ചേർക്കുവാൻ ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കല്ലേ, അത് കർത്താവിൻ്റെ ഒരു രഹസ്യപരമാണ്. അവൻ്റെ സ്വർഗീയ ആരോഹണത്തിന് 2 ഘട്ടമുണ്ട്. ഒന്ന് രഹസ്യമായി സ്വർഗാരോഹണം ചെയ്തു, 2 പരസ്യമായി സ്വർഗാരോഹണം ചെയ്തു. ഇനി അവൻ്റെ അവരോഹണത്തിന് 2 ഘട്ടമുണ്ട്. രഹസ്യമായി വരിക, അതായത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് പരസ്യമായി ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും കാണും എന്ന് പരസ്യമായി പ്രത്യക്ഷ. ഇതാവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും കാണും. ഇതാണ് എന്നോട് ചോദിച്ച സംശയത്തിന്റെ ഉത്തരം ഞാൻ ഇവിടെ പറയാൻ തക്കവണ്ണം കാരണം. ഇനി നമ്മൾ ചിന്തിക്കാൻ തക്കവണ്ണം പോകുന്നത്, കഴിഞ്ഞ ആഴ്ച പാതാള ലോകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ
ഇനി രണ്ടാം പാതാളത്തിൽ കിടക്കുന്ന ആരാണെന്ന് ആണ് ഇന്നത്തെ പഠനം. അത് അല്പം ആൾക്കാരുടെ ഇടയിൽ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഷയമാണെങ്കിലും വേദപണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൂടെ അറിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ. ഈ ഭൂമിയുടെ അധോ ഭാഗത്ത് അഗ്നി ജ്വലിക്കുന്ന ഒരു ഭാഗമുണ്ടെന്നും അത് താഴത്തെ പാതാളമാണെന്നും നമ്മൾ വ്യക്തമാക്കി. ധനവാൻ കിടക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, അത് യാതന അനുഭവിക്കുന്ന, അവിടെ എപ്പോഴും തീയാണ്, അവിടെ പുഴുക്കളാണ്. അത് യാതന അനുഭവിക്കുന്ന ഒരു സെല്ല് അവിടെ ഉണ്ട്. അവിടാണ് ധനവാനും ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ആത്മാക്കളും പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 2 വാക്യങ്ങൾ അതിനോടുള്ള പാതാള ലോകത്തിന്റെ വിഭാഗത്തെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. അത് ഒന്ന് ആവർത്തന പുസ്തകം 32-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. അതൊക്കെ വായിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടുകയാണ്. എൻ്റെ കോപത്താൽ തീ ജ്വലിച്ച് പാതാളത്തിന്റെ ആഴത്തോളം കത്തും എന്നാണ് ഇരിക്കുന്നത്. അവിടെ പാതാളത്തിന്റെ ആഴം എന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ ലോബസ്റ്റ് ഹെൽ എന്നാണ്. 86-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിൽ എന്നോടുള്ള 86-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം ആരെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ എഴുതിയെടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. അവിടെ അധമ പാതാളം, പാതാളത്തിന്റെ ആഴം എന്നുള്ളതിനൊക്കെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം ദ ലോവസ്റ്റ് ഹെൽ എന്നാണ്. ദ ലോവസ്റ്റ് ഹെൽ എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ 2 കൂട്ടം കാര്യമുണ്ട്. ലോവർ ലോവസ്റ്റ്, അപ്പറുകൾ, ലോവറുകൾ, ലോബസ്റ്റുകൾ. അവിടെയാണ് പാതാള ലോകത്തിന്റെ വിഭാഗം നമുക്ക് കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ധനവാൻ പോയത് ഈ സ്ഥലത്തേക്കാണ്. അവിടെ എപ്പോഴും ദുഷ്ടന്മാർ വസിക്കുന്ന സ്ഥലമാണ്. അവിടെ അതിന് കൊടുത്തിരിക്കുന്ന പേര് യാതനാ സ്ഥലമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ് ദൈവങ്ങളെ, മനസ്സിലാക്കണം. ഇവിടെ ഭൂമിക്കടിയിൽ പാതാളം സ്ഥിതി ചെയ്യുന്നു, യാതന അനുഭവിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്നുള്ളത് അത് ഭൂമി ശാസ്ത്രജ്ഞന്മാർ തന്നെ ഘോഷിക്കുന്ന ഒരു വിഷയമാണ്. അതായത് നരകം ഒരു യാഥാർത്ഥ്യമാണ്. 1988 നവംബർ മാസം 29-ാം തീയതി ഇംഗ്ലീഷ് സൺ മാഗസിനിൽ പ്രസിദ്ധീകരിച്ച ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു പത്രത്തിൽ ഇപ്രകാരം വായിക്കുകയുണ്ടായി. അന്ന് 1988 ഞാൻ അമേരിക്കയിൽ വന്ന സന്ദർഭമാണ്. ഞാൻ 1976 മുതൽ 1982 വരെ ബോംബെയിൽ 7 വർഷക്കാലം സൂക്ഷിച്ചു. പിന്നെ ഡൽഹിയിൽ കടന്നുപോയി. അവിടെ നിന്നാണ് ഞാൻ അമേരിക്കയിൽ വന്നത്. അപ്പൊ 1988 ബോംബെ ഇംഗ്ലീഷ് സൺ മാഗസിനിൽ പ്രസിദ്ധീകരിച്ച ഒരു വലിയ വാർത്ത അന്ന് ലോകത്തെ ഞെട്ടിച്ചതാണ്. ഒരു കോളിലൊക്കെ ഉണ്ടായതാണ്. റഷ്യയിലെ സൈബീരിയയിൽ 9 മൈൽ ആഴത്തിൽ, അവര് ആ പത്രത്തിൽ വന്ന വാർത്ത അതുപോലെ പറയാണ്. റഷ്യയിൽ സൈബീരിയയിൽ 9 മൈൽ ആഴത്തിൽ കുഴിച്ച് ഭൂമിയുടെ അധോ ഭാഗങ്ങൾ ഗവേഷണം നടത്താൻ വേണ്ടി ഒരു പരിശ്രമം റഷ്യയിലെ ശാസ്ത്രജ്ഞന്മാർ നടത്തുകയുണ്ടായി. അവർ 9 മൈൽ ആഴത്തിൽ അത് കുഴിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആ പദ്ധതിയുടെ ചുമതല വഹിച്ചിരുന്നത് ഡോക്ടർ വിക്ടർ അസാക്കോദ് എന്ന് പറയുന്ന ഒരു റഷ്യൻ ശാസ്ത്രജ്ഞനായിരുന്നു. അവർ ഭൂമിയുടെ അടിത്തട്ടിലുള്ള പാറയിൽ പല മൈലുകൾ ആഴത്തിൽ കുഴിച്ച് ചെന്നപ്പോൾ ഗ്രില്ലിന്റെ മോന അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ തുടങ്ങി. 1988 വന്ന വാർത്തയാകട്ടോ. അന്ന് ഞാൻ അമേരിക്കയിലാണ്. അന്നത്തെ പ്രാസംഗികന്മാരുടെ ഒരു വലിയ പ്രസംഗ വിഷയമായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഭാഗത്തോട് ബന്ധത്തിൽ അത് ഒന്ന് അറിഞ്ഞിരിക്കുന്നതാണ്. അപ്പം അത് ഗ്രില്ലിന്റെ മോന ഈ കുഴിച്ച് ചെന്നപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ആടുന്നു, അനങ്ങുന്നു. ഭൂമിയുടെ മധ്യഭാഗം പൊള്ളയാണെന്ന് അവർ കണ്ടുപിടിച്ചു. അതവർക്ക് മനസ്സിലായി. അത് മാത്രമല്ല, അവിടെ അനുഭവപ്പെട്ട അതികഠിനമായ ചൂട് 2000 ഡിഗ്രി ഫാരൻഹീറ്റ്, 2000 ഡിഗ്രി ഫാരൻഹീറ്റ് അത് ചൂടുള്ളതായി അവർ കണ്ടുപിടിച്ചു. അവർ പ്രതീക്ഷിച്ചതിന്റെ 10 ഇരട്ടിയാണ് അവിടുത്തെ ചൂട്. അത് അങ്ങനെ ഭൂമിയുടെ ഉൾക്കാമ്പിൽ ഒരു അഗ്നിച്ചൂള ഉള്ളതായി അവർ വിളംബരം ചെയ്തു. അവിടെ ഭൂമിയുടെ മധ്യഭാഗത്ത് ഭയങ്കര അഗ്നിച്ചൂളയുണ്ടെന്ന് അവർ വിളംബരം ചെയ്തു. അതുപോലെ അത്യന്ത സൂക്ഷ്മങ്ങളായ മൈക്രോഫോണുകൾ ഉപയോഗിച്ച് ഭൂമിയുടെ വിവിധ തട്ടുകളിലെ ശബ്ദ വ്യതിയാനങ്ങൾ മനസ്സിലാക്കാൻ പ്രസ്തുത വിള്ളലിലൂടെ അവർ താഴേക്ക് ഇറക്കി. അവിടെ കേട്ട ശബ്ദങ്ങൾ റഷ്യൻ ശാസ്ത്രജ്ഞന്മാരെ അമ്പരിപ്പിച്ചു. ഭയങ്കര ശബ്ദം അവരെ ഭയപ്പെടുത്തി. ഡോക്ടർ
വിക്ടർ അസാക്കോ എന്ന് പറയുന്നത്, ഞങ്ങൾ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങി. കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഉപകരണത്തിൽ ക്രമീകരണങ്ങൾ വരുത്തി തുടർന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ കാതുകൾക്ക് വിശ്വസിക്കാനാകാത്ത വേദനപ്പെട്ട് നിലവിളിക്കുന്ന മനുഷ്യ ശബ്ദങ്ങൾ അതോ ഭാഗത്ത് നിന്ന് കേൾക്കാൻ തുടങ്ങിയെന്നാണ്. ഇത് പത്രത്തിൽ വന്ന വാർത്തയാണ്, ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. അന്ന് ഞാനിതെല്ലാം എഴുതിയെടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങളാണ്. എനിക്ക് പ്രവചന വിഷയങ്ങൾ പഠിക്കുന്നത് എൻ്റെ ചെറിയ പ്രായം മുതൽ വലിയ ഇഷ്ടമായതുകൊണ്ട് അന്ന് മുതൽ ഇതിന്റെ മുമ്പിൽ കുത്തിയിരുന്ന് പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ മനുഷ്യ ശബ്ദങ്ങൾ അവിടെ കേൾക്കാൻ തുടങ്ങി. ലക്ഷോപിലക്ഷം മനുഷ്യ ആത്മാക്കളുടെ രോദനങ്ങൾ അവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചെന്നാണ് പത്രത്തിൽ വന്നത്. അവർ ഉച്ചത്തിൽ നെടുവീർപ്പെട്ട് നിലവിളിക്കുന്നതാണ് കേൾക്കുന്നത്. ഭയം നിമിത്തം ഇവരെല്ലാം പേടിച്ചു പോയി. ഭയം നിമിത്തം തുറന്നുള്ള പരിശോധന അവർ നിർത്തിവെച്ചു. ഇതിനുശേഷം ഈ വിപണിയിൽ ഏർപ്പെട്ട ശാസ്ത്രജ്ഞന്മാരിൽ പകുതി പേർ ജോലിയിൽ നിന്ന് രാജിവെച്ചു. ഈ വാർത്ത ഒരു സമയം നമ്മുടെ പാസ്റ്റർമാർ പ്രസംഗിച്ചിരുന്നതാണ്, ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ഉള്ളതെല്ലാം അവിടെ തന്നെ സ്ഥിതിയാണ്. വഞ്ചകനായ പിശാചിന്റെ ചതിയാൽ പാപത്തിന് അടിമപ്പെടുന്ന സകല ദുഷ്ടന്മാരുടെയും ആത്മാക്കളുടെ നിലവിളിയായി വേദശാസ്ത്രികൾ അതിനെക്കുറിച്ച് അത് ചിന്തിക്കുന്നു. ഈ യാതനാ സ്ഥലത്ത് കടന്നുകൊണ്ടാണ് അതിദയനീയമായ നിലയിൽ ഒരു തുള്ളി വെള്ളം നാവിൽ തൊട്ട് നനയ്ക്കുന്നതിന് വേണ്ടി ധനവാന്റെ നിലവിളി പോലുള്ള നിലവിളി, എത്രയോ പേരുടെ നിലവിളി അവിടെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തു ശക്തിയായിട്ട് അങ്ങനെ ഒന്നുണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ധനവാൻ യാതനാ സ്ഥലത്ത് കടന്നുകൊണ്ട് മേലോട്ട് നോക്കി അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം പിതാവേ, ഞാൻ ഇവിടെ കിടന്ന് യാതന അനുഭവിക്കുന്നു, എനിക്ക് വെള്ളം കിട്ടാനില്ല, ലാസറിനെ വിട്ട് ഒരു തുള്ളി വെള്ളം, ഒറ്റത്തുള്ളി വെള്ളത്തിന് വേണ്ടിയാ, ഇങ്ങോട്ടൊന്ന് അയക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, മകനെ, ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ടും വരാൻ ഒക്കത്തില്ല, അവിടുന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും വരാൻ ഒക്കത്തില്ല. ഇതിന് നടുവിൽ വലിയ ഒരു പിളർപ്പുണ്ട്. സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് നമ്മുടെ ദൈവമാണ്. നരകം സൃഷ്ടിച്ചില്ല എന്ന് ഓർക്കുക. തെറ്റിപ്പോയ ദൂതന്മാർക്ക് വേണ്ടി ഈ സ്ഥലത്തെ കർത്താവ് യാതനാ സ്ഥലം എന്ന് പേർ വിളിക്കുന്നു. അതേ ദൂതന്മാർക്ക് വേണ്ടി, അത് തെറ്റിപ്പോയ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയ ഒരു സ്ഥലമാണ്. മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയതല്ല നരകം, നമുക്ക് വേണ്ടി ഒരുക്കിയതല്ല. നമുക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത നരകം. അതേ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ലേ പറയുന്നത്, രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമല്ല. എനിക്കിത് അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പം നമ്മൾ അത് വായിക്കുന്നത്, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. അപ്പൊ ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും, പിശാചിന് വേണ്ടി ഒരുക്കിയതാണ്. മനുഷ്യനത് പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെട്ട് അവർ ഏറ്റെടുത്ത് അത് തെരഞ്ഞെടുത്താണെന്ന് ഓർക്കണം. ഇവിടുന്ന് ഒരു ആത്മാവിന് പുറത്തു പോകാൻ ഒക്കത്തില്ല. ഇവിടെ നിന്ന് പോകുന്നത്, ഈ യാതനാ സ്ഥലത്ത് നിന്ന് പോകുന്നത് നിത്യനരകത്തിലേക്കാണ്. അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നിത്യനരകത്തിലേക്കാണ്, അത് എരിയുന്ന തീച്ചുളയിലേക്കാണ് പിന്നെ പോകാൻ പോകുന്നത്. അത് ധനവാനും മാനസാന്തരവും കുറ്റബോധവും ഉണ്ടായത് അത് പറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ച് അതേ ലാസർ അതേ ഇപ്പം ആശ്വസിക്കുന്നു. അബ്രഹാമിന്റെ മടിയിൽ പർദീസായിരുന്ന് ആശ്വസിക്കുന്ന കണ്ടപ്പോൾ എനിക്കന്ന് പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് കുറ്റബോധം ഉണ്ടാകുകയാണ്. മനുഷ്യനപ്പോൾ പാതാള ലോകത്ത് ചെന്നാലും സംസാരിക്കാൻ കഴിയും, കുറ്റബോധമുണ്ട്. അതേ അബ്രഹാമിനോട് സംസാരിച്ചു, അബ്രഹാം സംസാരിച്ചു, അബ്രഹാമിന്റെ ആത്മാവും സംസാരിച്ചു എന്ന് മനസ്സിലാക്കണം. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ വിശുദ്ധിയോടും വേർപാടോടും കൂടെ അത് ജീവിക്കണം. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ വന്നെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നു. നമ്മുടെ ജീവിതം നമ്മൾ വളരെ സൂക്ഷിക്കണം ദൈവമക്കളെ. ഞാൻ എല്ലാവരും കൂടി ഇരുത്തിയ ഒരു ക്ലാസ് ആയിരുന്നെങ്കിൽ ഇതൊക്കെ ചാർട്ട് വെച്ച് പഠിപ്പാൻ തക്കണം. എൻ്റെ കയ്യിൽ അതിനുള്ള ചാർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ നമുക്ക് ആകെ ഒരു മണിക്കൂർ കൊണ്ട് ഓരോ പാഠം തീർത്തു പോകണം. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ടും വരാൻ ഒക്കത്തില്ല, അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും വരാൻ ഒക്കത്തില്ല. ഇതിന്റെ ഇടയിൽ ഒരു പിളർപ്പുണ്ട്, രണ്ടാം പാതാളം. അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. 2 വാക്യങ്ങൾ നമ്മൾ ഈ സമയം വായിക്കാൻ തക്കണം പോവുകയാണ്. ആദ്യം വായിക്കാൻ പോകുന്നത് യൂദായുടെ ലേഖനം 6-7 വാക്യങ്ങൾ വായിക്കും. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന് വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണവും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജനം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. മതി.
നോക്കണം, ഇവിടെ വായിക്കുന്നത് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ ഏതുപോലെ ഈ തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ പോലെ, അതുപോലെ സോദോമും ഗോമറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി, ആർക്ക് സമമായി? ദൂതന്മാർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അപ്പൊ ഒരു കൂട്ടം ദൂതന്മാർ പാപം ചെയ്ത് ഇപ്പോൾ തന്നെ അന്ധകാരത്തിന് കീഴിൽ ദൈവം തമ്പുരാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പത്രോസ് ഒരു കാര്യത്തിൻ്റെയാണ് വാക്യം കിട്ടുന്നല്ലോ. യഹോവയുടെ പുസ്തകം വായിച്ചു നോക്കുകയും അവയിൽ ഇണയില്ലാതിരിക്കുകയില്ല. ഇനിയും ഇതിന്റെ ഇണവാക്യം 2 പത്രോസ് 2-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ധൃതി വെച്ച് വായിക്കരുത്, ശാന്തമായിട്ട് വായിക്കണം. വായിച്ചേ. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടി പാലിക്കുകയും സോദോം ഗോമോറും എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു. മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കണം, മതി. 4-ാമത്തെ വാക്യം, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു. അപ്പൊ പാപം ചെയ്ത ഒരു കൂട്ടം ദൂതന്മാരുണ്ട്. അതേ യൂദാ പറയുന്നത് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാര് എന്നാണ്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ ഇപ്പോൾ തന്നെ ബന്ധിച്ച് നരകത്തിലാക്കി അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അന്ധകാര പാതാളം കേട്ടോ, അന്ധകാരം. നരകത്തിന് പാതാള ലോകത്തിന്റെ ഈ ദുഷ്ടന്മാർക്ക് വേണ്ടി ദൂതന്മാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പല സെല്ലുകളുണ്ട്. അതിൽ ഒന്നാണ് ഇവിടെ വായിക്കുന്നത്, അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി സൂക്ഷിച്ചിരിക്കുന്നു. അത് ഈ 2-ാം പാതാളം. അതുകൊണ്ടാണ് ഹനുമാൻ പറഞ്ഞ അതെ അബ്രഹാം പറഞ്ഞത്, ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ടും വരാൻ ഒക്കത്തില്ല, അവിടുന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും വരാൻ ഒക്കത്തില്ല, ഇതിന്റെ ഇടയിൽ ഒരു പിളർപ്പുണ്ട്. ആ പിളർപ്പ് അത് അങ്ങോട്ട് വരാൻ തക്കണം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ധനവാന് മറുപടി കൊടുക്കുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മോശയുടെയും പ്രവാചകന്മാരുടെയും കാലത്ത് നടന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ഇവരാരാണ്? ഇപ്പോൾ തന്നെ കെട്ടപ്പെട്ട് അന്ധതമസിൽ കിടക്കുന്ന, നരകത്തിൽ കിടക്കുന്ന, അതിനെക്കുറിച്ച് യൂദാ പറയുന്നത് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ പോയ ദൂതന്മാർ. വാഴ്ച കാത്തുകൊള്ളാതെ എന്ന് പറഞ്ഞാൽ തങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തത പാലിക്കാതെ പോയ ദൂതന്മാരെ, അവരെ ഇപ്പോൾ തന്നെ അന്ധകാരത്തിന് കീഴിൽ ചങ്ങലയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇവർ മാത്രമല്ല, വേറെയും ദൂതന്മാരുണ്ട് കേട്ടോ. നമ്മൾ വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 9-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 9, 10 അധ്യായങ്ങൾ കാണുന്നു യൂപ്പർട്രിസിന്റെ നദിയിൽ ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാർ. അതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അവരുടെ പുറകിൽ 20 കോടി ദുരാത്മാക്കളുടെ പട ഉണ്ടായിരുന്നു എന്നാണ് വായിക്കുന്നത്. അതിനു മുമ്പ് 9-ാം അധ്യായത്തിൽ അഗാധ കൂപത്തിൽ നിന്ന് വെട്ടുക്കിളി പോലെ കടന്നു വരുന്ന ഒരു കൂട്ടം ദുരാത്മാക്കളെ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നു. അങ്ങനെ വീണുപോയ പലരുണ്ട്, ദൂതന്മാർ തന്നെ പലരുണ്ട്. ദൈവം മനുഷ്യനെ തന്റെ കരം കൊണ്ടാണ് സൃഷ്ടിച്ചത്. ദൂതന്മാരെയൊക്കെ തന്റെ വാക്കിനാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൂതന്മാരെ ദൈവമാണ് സൃഷ്ടിച്ചത്. അതേ അവരെ സൃഷ്ടിച്ചതിന് ദൈവത്തിന് വലിയ, മനുഷ്യനെ സൃഷ്ടിച്ചതിനും ദൂതന്മാരെ സൃഷ്ടിച്ചതിനും ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദൂതന്മാർ അവർ തങ്ങളുടെ വാഴ്ച കാത്തുകൊണ്ടില്ല. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ലൂസിഫറും കൂട്ടരുമാണ്. ലൂസിഫറും കൂട്ടരും നരകത്തിലല്ല. ഇപ്പം അവരിപ്പോ അന്ധതമസിന് ചങ്ങലിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുകയല്ല. ലൂസിഫറും കൂട്ടരും ഇപ്പോൾ തന്നെ ഈ ഭൂമിയിലുണ്ട്. അതേ അവന്റെ സിംഹാസനം സ്വർഗത്തിലാണ് വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ തക്കണം കഴിയുന്നു. എഫേസ്യ ലേഖനം
6-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചേ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സർവ്വലോകത്തിലെ ദൃഷ്ടാന്ത സേനകളോടും അത്രേ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോട്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന. അവിടെ ആ സ്വർലോകം എഴുതിയിരിക്കുന്നത് അത് ഹൈ പ്ലേസസ് എന്ന ഇംഗ്ലീഷ്. ഹൈ പ്ലേസ്, ഉന്നത സ്ഥലങ്ങളിലെ ദുഷ്ടാത്മ സേന. ലൂസിഫറും കോട്ടനും ഇന്ന് ഈ ഭൂമിയിലുണ്ട്, ഭൂമിയിലും അതേ ആകാശത്തിനുമായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആകാശത്തിന്റെ അധിപതിയായതിനെയും നമ്മൾ അനുസരിച്ച് നടന്നു. അവൻ ആകാശത്തിന്റെ അധിപതിയാണ്. സാത്താൻ തന്റെ സിംഹാസനം ഇട്ടിരിക്കുന്നത് ഈ ആകാശത്താണ്. സ്വർഗലോകത്തിന് 3 മണ്ഡലങ്ങൾ ഉള്ളതുപോലെ മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം, പിന്നെ 3-ാം സ്വർഗം. മേഘമണ്ഡലമാണ് അവന്റെ ആകാശത്തിന്റെ അതേ പരിധി. അവൻ അവിടാണ് തന്റെ സിംഹാസനം വെച്ചിരിക്കുന്നത്. അവനെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ അനേക കാര്യങ്ങൾ നമുക്ക് പഠിപ്പാൻ തക്കണ്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഒന്നിന്റെ അത് യഹോവ സാത്താനോട് വായിച്ചോ. യഹോവ സാത്താനോട് നീ എവിടെ നീ നിന്ന്? എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഭൂമിയിൽ ഊടാടി നടന്ന് സഞ്ചരിച്ചിട്ട് വരുന്നു. ഒരു ദിവസം ദൈവത്തിന്റെ പുത്രന്മാർ ദൈവസന്നിധി നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂടെ ചെന്നു. ഇയ്യോബിന്റെ പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തോടുനേക്കാൾ കൂടുതൽ പഴക്കമുള്ള ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകമാണ് ആദ്യം എഴുതിയത്. അതിനോട് തുല്യ സമയത്ത് എഴുതിയ സംഭവങ്ങളാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതിന്റെ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 2-2. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു വരുന്നു. അവന്റെ സിംഹാസനം ആകാശത്താണ് വെച്ചിരിക്കുന്നത്. ആകാശത്തിന്റെ അധികാരിയാണ്. നമ്മൾ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുന്നില്ലേ? പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നെ തടഞ്ഞു നിർത്തി. പിശാച് ലൂസിഫർ ഉണ്ടല്ലോ, ലൂസിഫർ എന്നെ അനേക അതേ പ്രഭുക്കന്മാർ, വലിയ പിശാചുക്കളുണ്ട്, വലിയ പിശാചുക്കൾ. അവരെ ഓരോ പ്രഭുക്കന്മാർ ഓരോ സ്ഥലത്താക്കി വെച്ചിരിക്കുകയാണ്. അത് ഡോഗയിലുണ്ട്, അത് ഇവിടെ അമേരിക്കയിലുണ്ട്, ഓരോ പഞ്ചായത്തിലുമുണ്ട്, ഓരോ ഡിസ്ട്രിക്റ്റിലുമുണ്ട്. ഓരോ നേതാക്കന്മാരെ അവനാക്കി വെച്ചിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ വീണ്ടും യവനപ്രഭു എന്ന് വായിക്കുന്നുണ്ട്. യവനപ്രഭു എന്ന് പറഞ്ഞ ഗ്രീസിന്റെ ആ സാമ്രാജ്യത്തിൽ ഒരു വലിയ പിശാചിനാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ നിലയിൽ നമ്മളിങ്ങനെ ട്രാക്ട് വിതരണത്തിനൊക്കെ മറ്റും ഒരു സഭ, അതേ ഒരു ഹെഡ്ക്വാർട്ടർ, അതുപോലെ തന്നെ സെൻട്രൽ പാസ്റ്റർ, പിന്നെ അതിനെക്കാട്ടിലും വില്ലേജ് പാസ്റ്റർ, ഇങ്ങനെയൊക്കെ പല ക്രമീകരണം ചെയ്യുന്നില്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ്, വില്ലേജിന്റെ ഓഫീസർ എന്ന് പറയുന്ന പോലെ ഇവൻ ഓരോ വില്ലേജിലും ഓരോ ഓഫീസർമാരെ ആക്കി വെച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാത്താനെ പുറത്താക്കുന്നു എങ്കിൽ അവന്റെ രാജ്യം ഛിന്ന ഭിന്നമായി പോകുന്നു കർത്താവ് പറഞ്ഞില്ലേ? അപ്പം സാത്താൻ ഒരു രാജ്യമുണ്ട്, അവന്റെ സിംഹാസനം വെച്ചിരിക്കുന്ന ആകാശത്താണ്. ഇത് ലൂസിഫറും കൂട്ടിലുമാണ്. എന്നാൽ ഈ പാപഞ്ച ദൂതന്മാരെ അന്ധതമസൻ ചങ്ങലിട്ട് കൂട്ടിയത് അവരവിടെ കിടക്കുന്ന അറിയാമോ? ഇപ്പം തന്നെ അതേ പാപഞ്ച ദൂതന്മാരെ ദൈവം അന്ധതമസന്റെ ചങ്ങലിട്ട് ഇപ്പൊ തന്നെ അവരെ നരകത്തിലാക്കി. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ എന്നേക്കുമുള്ള ചങ്ങലിട്ട് അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ കിടക്കുന്ന ഇവര് ലൂസിഫറും കൂട്ടരല്ല. 1 പത്രോസ് 5-8 വായിച്ചേ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നമ്മുടെ ചുറ്റി നടക്കുക. ലൂസിഫറും കൂട്ടർ ഇപ്പൊ ഇവിടെ ഉണ്ടെന്നേ. അതേ ലൂസിഫറും കൂട്ടരും അതാണ് പിശാചുക്കള്. നമ്മൾ യോഗത്തിനൊക്കെ വന്നിരിക്കും, ചില സാക്ഷ്യം പറയല്ലേ, അയ്യോ കഴിഞ്ഞ ആഴ്ചയില് പിന്നെ കുത്തുവാക്കൊക്കെ പറയില്ല. അന്നേരം പിശാച്
ഒരു ഡയറി ഉണ്ട്, അതിൻ്റെ അകത്ത് കുറിച്ചിട്ടു അന്നമയെ കുറിച്ച് ഇന്ന് എനിക്കൊരു ആശയ്ക്ക് വകയുണ്ട്. നമ്മൾ പറയുന്നത് കൊണ്ടാണ് പറഞ്ഞു വിടുവാ പറയരുത്. നമ്മൾ പറയുന്ന വാക്കെ കയറി സാത്താൻ പിടിക്കും. മനസ്സിൽ കിടക്കുന്ന കാര്യം പിടിക്കാനൊക്കത്തില്ല. സർവശക്തനായ ദൈവത്തിന് മാത്രമേ നമ്മുടെ ഉള്ളിലെ രഹസ്യം അറിയത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന രഹസ്യം ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ വാഗൊണ്ട് പ്രഘോഷിച്ചെടുക്കുമ്പോൾ അതേ കയറി സാത്താൻ പിടിക്കും. നമ്മുടെ സാക്ഷിയൊക്കെ പുള്ളി ഡയറി ആയിട്ടാണ് ഓരോ ആഴ്ചയിലും അതേ നമ്മുടെ വന്ന് സഭായത്തിന് കയറാൻ ഇടമുണ്ടെങ്കിൽ അവിടെ കയറി ഇരുന്നോട്ടെല്ലാം കുറിച്ചെടുത്തുകൊണ്ട് പോകും. പിന്നെ നമ്മുടെ ചുറ്റും നടക്കുകയാണ്. നിർമ്മതരായിരിക്കും, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ ചുറ്റി സഞ്ചരിക്കുന്നു. ഇനി നമുക്ക് ഈ ലൂസിഫറിനെ കൂട്ടരെ എപ്പോഴാണ് ഈ ആകാശം തട്ടി താഴെ ഇടുന്നറിയാമോ? അത് വെളിപ്പാട് 12-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. 12:7. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലാതാനും. സ്വർഗത്തിലവരുടെ ആരാ വർത്താനം പറയുന്നത്? എംബോസ്റ്റേഷൻ കേട്ടോ, വർത്താനം പറയരുത്. നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് വേണം. വളരെ സ്ട്രിക്റ്റ് ആണ് നമ്മുടെ പാസ്റ്റർ ലാഡു ജേക്കബ്. അടുത്ത ആഴ്ചയിൽ എംബോസ്റ്റേഷൻ 10 പ്രാവശ്യം എഴുതി കൊണ്ടുവരാൻ പറയും. അതുകൊണ്ട് സൂക്ഷിക്കണേ, ഇതിന്റെ ഇടയിൽ ഓപ്പൺ ചെയ്ത് വർത്താനം പറയരുത്. അത് എവിടെ വായിക്കുന്നത്? മഹോദരകാലത്തിന്റെ മധ്യത്തിലാണ് ആകാശത്തിന്റെ അധികാരിയായ പിശാചിനെ തട്ടി താഴെ ഇടുന്നത്. അവിടെ വായിക്കുന്ന 12-ാം അധ്യായത്തിലെ സ്ത്രീയും ആൺകുട്ടിയൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് അതിന്റെ അവസാനത്തെ ക്ലാസ് ആയിരുന്നു ഞാൻ പൂനായിലെടുത്തത്. അപ്പം 12-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ സ്വർഗത്തിൽ വലിയൊരു യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും പിന്നെ സാത്താനും അവന്റെ ദൂതന്മാരും തമ്മിൽ വലിയ ഒരു യുദ്ധം അവിടെ ഉണ്ടായി. ആ യുദ്ധത്തിൽ സാത്താനും കൂട്ടരും പരാജയപ്പെട്ടു. പ്രധാന ദൂതനാകുന്ന മീഖായേലും കൂട്ടരും ജയിച്ചു. അവരെ തട്ടി താഴെ ഇട്ടു. മഹോദരകാലത്തിന്റെ മധ്യത്തിലാണ് ഈ സാത്താനും കൂട്ടരും, ഈ ആകാശത്തിന്റെ അധികാരിയായ സാത്താനും കൂട്ടരും എന്നേക്കുമായിട്ട് ഈ യുദ്ധത്തിലാണ് അവൻ താഴോട്ട് പോരുന്നത്. പിന്നെ അവർക്ക് ഇറങ്ങാൻ ഒക്കത്തില്ല. അവൻ താഴെ വീഴും. താഴെ വീഴുമ്പോൾ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് 12:11, സ്വർഗവും അതിൽ വസിക്കുന്നവരും ആളുവരെ സന്തോഷിപ്പീൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. അത് മൊത്തം വായിപ്പിക്കേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ടാ. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അരിക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു. ഇനി അവനറിയാം അല്പകാലം ഉണ്ടെന്ന്. നമ്മളാണ് ഈ അതേ സമയത്തെക്കുറിച്ചൊരു ചിന്തയില്ലാത്തത്. കർത്താവ് ഇപ്പം വരുമെന്ന് പറഞ്ഞാൽ പിന്നെ വരും. അന്ന് പത്രോസിന്റെ കാലം വരെ ചോദിക്കുന്നുണ്ട് അവന്റെ പ്രത്യക്ഷയുടെ വാക്റ്റത്ത് എവിടെ. ഇപ്പോഴും പത്രോസ് പറയുന്നത് ആൾക്കാരുടെ ഇപ്പോഴത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ ആദാമിനെ സൃഷ്ടിച്ച പോലാണ്. അതേലാണ് ആ നിലയിൽ ആൾക്കാരുടെ ഇരിപ്പ്. ദൈവത്തിന്റെ പൈതലേ, ഒരു കാര്യം ഓർത്തുകൊള്ളണം, സാത്താൻ തന്റെ സമയത്തെക്കുറിച്ച് ഭയങ്കര ബോധ്യമുണ്ട്. തനിക്കറിയാം ഇനി അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അരികെ ഇറങ്ങി വന്നിരിക്കുന്നു. അതെപ്പോഴാണ്? ഇനി 3.5 വർഷം കൂടെ ഉള്ളൂ. ഏതാ? മഹോദരകാലത്തിന്റെ മധ്യത്തെ കാര്യം. മഹോദര 7 വർഷമാണ്. ആദ്യത്തെ പകുതി കഴിഞ്ഞ് മധ്യാഹ്ന സമയത്താണ് യുദ്ധം നടക്കുന്നത്. അവനെ തട്ടി താഴെ ഇടുന്നു. ഇനി അല്പകാലം, ഇനി 3.5 വർഷം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവനെ പിടിച്ച് വെളിപ്പാട് ദിവസം 20:1 മുതൽ വായിച്ചേ. അനന്തരം ഒരു ദൂതൻ ആഘാതത്തിന്റെയും താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം പരസ്യ വരവെങ്കിൽ അതേ നമ്മൾ വായിക്കുന്നത് 3 കൂട്ടം കാര്യത്തിനാണ് കർത്താവ് പരസ്യമായി തന്റെ വിശുദ്ധന്മാരുമായിട്ട് വരുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വലിയ നീണ്ട പഠനമാണ്. അതേ അങ്ങനെ യേശു വരുന്ന 1-ാമത്തെ ഉദ്ദേശം യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി. ജാതിയായി യഹൂദന്മാർ രക്ഷിക്കപ്പെടുന്നത് വെളിപ്പാട് ദിവസം 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരുമായി പരസ്യമായി ഭൂമിയിലേക്ക് വരുമ്പോൾ അന്ന് ഒലിവുമലയിൽ തന്റെ കാട് ചവിട്ടും. ഒലിവുമല 2ആയി പിളരും. വലിയൊരു താഴ്വര ഉളവായി വരും. ആ താഴ്വരയിൽ സകല യഹൂദന്മാരും കൂടി വരും. അന്ത്യക്രിസ്തുവിന്റെ പോരാട്ടത്തിൽ മനം നൊന്ത് വളരെ കഷ്ടം അനുഭവിച്ച, മഹാപീഡനം അനുഭവിച്ച യഹൂദന്മാർ അന്ന് അവിടെ എല്ലാവരും കൂടി വരും. അന്ന് കർത്താവ് പറയും, ഞാനാണ് നിങ്ങളുടെ മശിയ. അതേ തൻ്റെ വിലാപ്പുറം കാണിക്കും. അതേ തൻ്റെ കയ്യിലെ ആണിപ്പഴുതേറ്റ പാട് കാണിക്കും. ഇതെന്താണെന്ന് അവർ ചോദിക്കും. അത് ശക്കരാമിന്റെ പുസ്തകം 14-10 മുതലുള്ള അധ്യായങ്ങൾ വായിച്ചു നോക്കണം. അതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്ന. അത് നിന്റെ കയ്യിലെ ഈ പാടെന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് ചെയ്ത എഴുത്താണ് എന്ന് പറയുമ്പോൾ അവർ കുത്തിയമെങ്കിലേക്ക് നോക്കി അവരെല്ലാവരും രക്ഷപ്പെടും
യഹൂദന്മാരുടെ ജാതിയായിട്ടുള്ള രക്ഷപ്പെടലാണ്. അതേ റോമാലേഖനം 11-ാം അധ്യായം 15-ാമത്തെ വാക്യം, അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? 25-ാമത്തെ വാക്യം, സഹോദരന്മാരെ, ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് നമ്മൾ വായിക്കുന്നു. അതേ, അവര് ജാതിയായി രക്ഷിക്കപ്പെടും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ഒന്നാമത്തെ ഉദ്ദേശം ഇസ്രായേൽ രക്ഷിക്കപ്പെടാൻ. രണ്ടാമത്, സാത്താനെയും അവന്റെ കൂട്ടരെയും പിടിച്ച് അഗാധ കൂപത്തിൽ തള്ളിയിടുന്നു. 1000 ആണ്ട് വാഴ്ച സ്ഥാപിക്കാൻ പോവുകയാണ്. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന് താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിന് ഇറങ്ങുന്ന കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് പൂട്ടുന്നു. അപ്പൊ സാത്താനെയും കൂട്ടരെയും പൂട്ടുന്നു. മൂന്നാമതായി ഒരു രാജ്യം സ്ഥാപിക്കുക. 3 ഉദ്ദേശത്തിനാണ് വരുന്നത്. രാജ്യം സ്ഥാപിക്കുക. അന്നാണ് ഈ പിശാചിനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലിട്ട് പൂട്ടും. പിന്നെ അവനെ അല്പകാലം അടിച്ചുവിടും. പിന്നെ തീപ്പൊയ്യെ തള്ളിയിടും. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഈ ലൂസിഫറിനെ കൂട്ടത്തെ കുറിച്ചുള്ള ചരിത്രം 2 വാക്യങ്ങൾ പറഞ്ഞു വിടുക. നിങ്ങൾക്ക് എന്നെക്കാട്ടും അറിയാം ലൂസിഫറിനെ കൂട്ടരെ കുറിച്ച്. അതേപ്പറ്റി ഞാനെന്തിനെ ഇപ്പൊ വിശദീകരിക്കുന്നത്? അതേ യെശയ്യാ പ്രവചനം, എസെക്കേൽ പ്രവചനം 28-ാം അധ്യായം 14 മുതൽ 16 വരെ വാക്യം എഴുതിയെടുത്തു. എസെക്കേൽ 28-ന്റെ 14 മുതൽ 16 വരെ വായിക്കണ്ട. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ് ലൂസിഫറിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ യെശയ്യാ 14-ന്റെ 12 മുതൽ അവൻ പറഞ്ഞ എന്താണെന്നറിയാമോ? ഓ ലൂസിഫർ, അർണോദയപുത്രനായ ശുക്ര. അർണോദയപുത്രനായ ശുക്ര എന്നുള്ളത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം ഓ ലൂസിഫർ, സൺ ഓഫ് ദ മോർണിംഗ്. ആ ശുക്ര എന്നുള്ള സ്ഥാനത്ത് ലൂസിഫർ എന്നാണ് അവന്റെ പേര് കൊടുത്തിരിക്കുന്നത്. നീ എങ്ങനെ വെട്ടേറ്റ് താഴെ വീണു? അവൻ അഹങ്കരിച്ച് ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനം മേൽ വയ്ക്കും, അത്യുന്നതോട് ഞാൻ സമനാകും എന്നല്ലോ നീ പറഞ്ഞത്. അവൻ തന്റെ കൂട്ടരെ തന്നെ ആധിപത്യത്തിലാക്കി വെച്ചിരിക്കുന്ന അവന്റെ ആൾക്കിൽ അനേക കോടി 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 ദൂതന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ലൂസിഫറിന്റെ ഈ മത്സരത്തിൽ അവനോട് ചേർന്ന് പ്രവർത്തിച്ചു. ഇവര് ഇവൻ പാപം ചെയ്ത കൂട്ടത്തിൽ നമ്മൾ വായിക്കുന്നില്ല 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിലെ 2-ാമത്തെ നെഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ തക്കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുകയും. ലൂസിഫറിന്റെ പാപം എന്ന് പറയുന്നത് നഗളം എന്ന പാപമായിരുന്നു. നഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതെ സൂക്ഷിച്ചുകൊള്ളുകയും. ലൂസിഫറിന്റെ ചരിത്രത്തെ കുറിച്ച് നമുക്ക് പിന്നീട് ഒരു സന്ദർഭത്തിൽ ചിന്തിക്കാം. നോക്കണമേ. അപ്പൊ അവന്റെ പാപം എന്ന് പറയുന്നത് നഗളം. അവനിപ്പം അന്ധകാരത്തിന് കീഴിലല്ല, അവൻ ലോകത്തിലുണ്ട്. അവന്റെ സിംഹാസനം ആകാശത്ത്, മഹോദരകാലത്തിന് മധ്യത്തെ അവന്റെ സിംഹാസനം തട്ടി താഴെ ഇടും. പിന്നെ 3.5 വർഷം കഴിയുമ്പോൾ അവനെ അന്ധകാരത്തിന് കീഴിൽ തള്ളിയിട്ട് മീതെ മുദ്ര വയ്ക്കുന്ന രംഗമാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത്. എന്നാൽ യൂദാ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ പാപം എന്താണെന്ന് നമുക്ക് നോക്കാം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ, ഇന്ന് എനിക്ക് മൊത്തം തീർക്കാൻ ഒക്കത്തില്ല, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. കേട്ടോ കേട്ടോ ഇവരുടെ പാപം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊണ്ടില്ല. ഇത് ലൂസിഫറും കൂട്ടരല്ല. തങ്ങൾക്കൊരു സ്ഥാനം കൊടുത്തിരുന്നു, ആ സ്ഥാനം അവർ സൂക്ഷിച്ചില്ല. അവരെന്ത് ചെയ്തു? സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. 7-ാം വാക്യം, അതുപോലെ ആരെ പോലെ? ദൂതന്മാരെ പോലെ സോദോമും ഗോമറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി, ആർക്ക് സമമായി? ദൂതന്മാർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജടം മോഹിച്ച്, ആർക്ക് സമമായി? ദൂതന്മാരും അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ച് കൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കും. അപ്പൊ ഇവരുടെ പാപം എന്ന് പറയുന്നത് ദുർനടപ്പായിരുന്നു. ഇവരുടെ പാപം എന്ന് പറയുന്നത് അന്യജടം മോഹിച്ചടന്നായിരുന്നു. അതായിരുന്നു യൂദാ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ 1 പത്രോസ് 2:2-4 വരെ വായിക്കുന്നത്, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ ചങ്ങലയിട്ട് പൂട്ടി, മഹാദിവസത്തിന്റെ ചങ്ങലയിട്ട് പൂട്ടി എന്നേക്കുമുള്ള അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ദൂതന്മാർക്ക് പാപം ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ വേദപണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായം നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഏതായാലും ഒരു കൂട്ടര് ദൂതന്മാർ
അവർ പാപം ചെയ്തു. സോദോം പാപം എന്തായിരുന്നു? അന്യജടം മോഹിച്ചടക്കുകയായിരുന്നു. കേട്ടോ, ദൂതന്മാരെ പോലെ അവരും അന്യജടം മോഹിച്ച് ഈ നിലയിൽ പാപം ചെയ്തു, മനഃപൂർവ്വമായി പാപം ചെയ്തു. അതിനെക്കുറിച്ചുള്ള ചരിത്രം നമുക്ക് ഒന്ന് ചിന്തിക്കാൻ തക്കവണ്ണം പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ദൂതന്മാരെ ന്യായം വിധിക്കുന്നത് നമ്മളാണ്. നമ്മൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 6:3. നാം ദൂതന്മാരെ വിധിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. ഇവരെ ബന്ധിച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ? ചങ്ങല ഇട്ടുപൂട്ടിരിക്കുകയാണ്. ഭയങ്കര കൂരുകളാണ് ഈ അന്ധകാരത്തിന് കീഴിൽ ചങ്ങലയിട്ട്, അന്ധകാരമാകുന്ന ചങ്ങലയിട്ട് പൂട്ടിരിക്കുകയാണ്. പരസ്പരം കാണാൻ തക്കവണ്ണം ഒക്കത്തില്ല. അങ്ങനെ മിസ്രൈമിലെ ഇരുള് പോലെയാണ്. നമ്മൾ പുറപ്പാട് ദിവസം 10:21 വായിച്ചേ. 10:21. അവിടെ മിസ്രൈമിലെ കൂരുകൾ എന്ന് പറയുന്നത് സ്പർശിക്കത്തക്ക ഇരുളായിരുന്നു. 10 ബാധകൾ മിസ്രൈമിൽ ഉണ്ടായിരുന്നു. ആ 10 ബാധകളെ കുറിച്ച് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാം. അത് കാണാതെ പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബൈബിൾ വായിക്കുന്നവര് 10 ബാധകളും കാണാതെ പറയാൻ തക്ക കഴിവുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ ലൂസി അവരൊക്കെ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. ഇപ്പം ചോദിക്കാമെങ്കിൽ 10 ബാധയും തുറന്ന് വിളിച്ചു പറയും. അതിലൊരു ബാധയായിരുന്നു കൂരിട്ട് തമ്മി കാണാനൊക്കത്തില്ല മിസ്രൈമിലെ ബാധ. നരകത്തിൽ ഈ അന്ധകാരത്തിന്റെ ചങ്ങലിട്ട് പൂട്ടി തൊടാൻ തക്കണം, ഇരുട്ടിനെ സ്പർശിക്കത്തക്ക ഇരുളാണ്. ആ ചങ്ങലിട്ടാണ് ഇവരെ പൂട്ടി ഇട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അഗാധകുപം, ഏറ്റവും അതിലേക്കാണ് സാത്താനും കൂട്ടരെയും തള്ളിയിടാൻ തക്കണം പോകുന്നത്. ഇനിയും ഈ ദൂതന്മാരുടെ പാപത്തെക്കുറിച്ചുള്ള ചരിത്രം മഹാനായ ഉണ്ണുണ്ണി സാർ, കെ ഇ എബ്രഹാം സാറ് വിവരിക്കുന്ന ഭാഗവും പാസ്റ്റർ പി ഡി ജോൺസൺ വിവരിക്കുന്ന ഭാഗങ്ങളും ഒക്കെ അവരുടെ പുസ്തകങ്ങളിൽ നിന്നൊക്കെയും നമുക്ക് അടർത്തിയെടുത്താൽ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പാൻ തക്കണം കഴിയും. ഇന്ന് എനിക്ക് പറയാൻ തക്കണം സമയമുണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. എങ്കിലും ഒന്ന് തൊട്ടു പോകാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യരിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരം ആകും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ച് ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതൊന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ജലപ്രളയം അയക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ നടന്ന ഒരു പാപത്തെ കുറിച്ചുള്ള വിവരണമാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. ജലപ്രളയത്തിന് മുമ്പ് ഇവർക്ക് ജനിച്ച സന്താനങ്ങൾ മല്ലന്മാർ എന്നാണ് വായിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം ജയൻസ്, രാക്ഷസന്മാർ. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെയും ഭാര്യമാരായിരുന്നു. യൂദാ പറയുന്നത് തങ്ങളുടെ വാഴ്ച കാത്തുകൊണ്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റും, നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ വിശുദ്ധന്മാർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ വിവാഹം കഴിക്കുന്ന കാര്യത്തെപ്പറ്റി കർത്താവ് എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ തന്നെ എന്ന് വായിക്കുന്നല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള മറുപടിയൊക്കെ ഞാൻ പറയാം. ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ മനുഷ്യൻ മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കുഴച്ചിലുണ്ടാക്കാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഒരു കൂട്ടം പേർ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പദം ദൈവത്തിന്റെ പുത്രന്മാരെന്നാണ്. ദൈവത്തിന്റെ ദൂതന്മാർക്ക് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാർക്കും ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സംശയം തീർത്ത വെളിപ്പാട് സംഭവമുള്ളൂ. ഓടിച്ച് പറയും, എനിക്ക് വേണമെങ്കിൽ ഈ ഭാഗം എടുക്കാതെ അങ്ങ് പോവാം. മനുഷ്യന്റെ ഉള്ളിൽ സംശയങ്ങൾ എപ്പോഴും കിടക്കാൻ പാടില്ല. ഇയ്യോബിന്റെ പുസ്തകം 38:6 വായിച്ചേ. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവൻ ആർ? ഗർഭത്തിൽ നിന്നും ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്
ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ പറയുന്നത് ഈ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നോ? ഇല്ല. അത് ഇയ്യോബിന് ചോദിക്കുകയാണ്, ഞാൻ ബാക്കി ഒന്നുകൂടെ വായിച്ച്, ആ ദൈവപുത്രന്മാർ ഒന്നുകൂടെ വായിച്ച മോളെ. അതെ, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചാർക്കുകയും ദൈവത്തിന്റെ പുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടെന്നാണ് വായിക്കുന്നത്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം, നീ എവിടെ ആയിരുന്നു? ഇയ്യോബിനോട് ചോദിക്കുക. ഇയ്യോബിനോട് 38-ാം അധ്യായത്തിൽ അനന്തരം ദൈവം ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷപ്പെട്ടെന്ന 2 കാറ്റാ തന്റെ ജീവിതത്തിൽ അടിച്ചത്. ആദ്യമേ കൊടുങ്കാറ്റ് 1-ാം അധ്യായത്തിൽ, എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പൊ ദൈവം ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുക. ചുഴലിക്കാറ്റ് ഇരുന്നുകൊണ്ട് ഇയ്യോബ് ദൈവത്തോട് ഒരു വാചകം പറഞ്ഞപ്പോഴാണ് ദൈവം ഇറങ്ങി വന്നത്, നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി കാത്തിരിക്കും. ഇത്രയും പരിശോധന നടുവിൽ ഇയ്യോബ് മുഖത്ത് നോക്കി, ദൈവത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ എന്നെ കൊന്നു, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി തന്നെ കാത്തിരിക്കും. അത് കേട്ടപ്പോൾ സ്വർഗം തുറന്നുപോയി. ദൈവം ചുഴലിക്കാറ്റിൽ ഇയ്യോബിന് പ്രത്യക്ഷപ്പെട്ട് 100 കണക്കിന് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. ഒന്നിനും ഉത്തരം പറയാൻ ഒത്തില്ല. അതേ ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ നിൽക്കുന്നൊക്കെ പറഞ്ഞ വാക്യങ്ങളുണ്ടല്ലോ. ഇവിടെ നമ്മൾ വായിക്കുന്നത് പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചാർക്കുകയും ദൈവത്തിന്റെ പുത്രന്മാർ ആർത്തുഘോഷിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടു. പിന്നെ മഹാസ്വാതന്ത്ര്യത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ മനുഷ്യനൊന്നുമില്ല ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ. അവിടെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഒരു ദിവസം ദൈവത്തിന്റെ പുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, സാത്താനും ചെന്നു. അപ്പൊ ദൈവത്തിന്റെ പുത്രന്മാർ, നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം. 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പുത്രന്മാർ ചെന്നു, സാത്താനും ചെന്നു. 29-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അതേ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ദൂതന്മാരെ ഉദ്ദേശിച്ചാണ് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ദാനിയേൽ പറഞ്ഞതിന് 3-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ച്, ദാനിയേൽ 3:25. അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടൊഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്ക് ഒരു കീടും തട്ടിയിട്ടില്ല, 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. അവരുടെ അരിക്കൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പം നെബൂഖദ്നേസർ രാജാവ് പറയാണ്, 4-മത്തെ ദൂതം ദൈവപുത്രനോടെന്ന് പറഞ്ഞ ദൈവദൂതന്റെ മുഖം പോലെ ഇരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ആദാമിനെ കുറിച്ച് ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ വംശപാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആദാം ദൈവത്തിന്റെ മകൻ എന്ന് വായിക്കുന്നു. ഇനി എൻ്റെ മുമ്പിൽ 4 മിനിറ്റോടെ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ആക്കാൻ ഒക്കത്തില്ല. സംശയം തീർത്ത് വേണം പോകാൻ. അത് വിശദീകരിക്കണം എനിക്ക്. അതുകൊണ്ട് 4 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ തക്കാണ് പോവുകയാണ്. ഇവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ചാണ്. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഷേത്തിന്റെ സന്താനങ്ങളും കയീന്റെ സന്താനങ്ങളും തമ്മിൽ അവിഹിത ബന്ധം നടത്തിയപ്പോൾ ഉണ്ടായ സന്താനമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത് അതേ ദൈവത്തിന്റെ പുത്രന്മാർ കേട്ടോ, അതേ ആത്മീയ സന്തതിയും ദുഷ്ടസന്തതിയും കൂടെ സമ്പർക്കം നടത്തിയപ്പോൾ രാക്ഷസന്മാരുണ്ടാകുന്നത്. ഇന്നും അങ്ങനെയുള്ള സമ്പർക്കവും കല്യാണവും ഒക്കെ നടക്കുന്നില്ലേ? അപ്പം രാക്ഷസന്മാരാണോ ഉണ്ടാകുന്നത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതിനെ തീർത്ത് നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക. വേദ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ചിന്തകൾ പറഞ്ഞു വിടുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാരെ പോലെ ആണെന്ന് പറയുന്ന ഭാഗത്തിന്റെ വ്യാഖ്യാനം ഞാൻ അടുത്ത ആഴ്ചയിൽ പറയാം. അടുത്ത ആഴ്ച കൊണ്ട് ഈ ഡൗട്ട് തീർക്കാൻ ഒക്കത്തുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാർ, ജലപ്രളയത്തിന് മുൻപ് ദൈവത്തിന്റെ ദൂതന്മാർ, ഞാനും അത് തീർത്ത് പറയല്ല, പക്ഷെങ്കിൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദൈവത്തിന്റെ ദൂതന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് അവർ ബോധിച്ച എവരെയും ഭാര്യമാരെ എടുത്തെന്നുള്ളത് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധത്തിൽ അവർ ഏർപ്പെട്ടതിനാൽ അതേ ഭൂമിയിൽ അതേ മല്ലന്മാർ ഉണ്ടായി, വലിയ രാക്ഷസന്മാർ ഉണ്ടായി, ഭയങ്കര രാക്ഷസന്മാർ. ഇതെല്ലാം കണ്ടപ്പോഴാണ് ദൈവം അത് ജലപ്രളയം അയച്ചത്, അവൻ നശിപ്പിച്ചത്. മനുഷ്യന്റെ നിരൂപണങ്ങൾ നല്ലതല്ല എന്ന് പറഞ്ഞു. കാരണം ദൂതന്മാർ വന്നപ്പോൾ മനുഷ്യനുണ്ടല്ലോ, അതിനുവേണ്ടി അവരെ സൗന്ദര്യം വളർന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പാപം ചെയ്ത ദൂതന്മാരെ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെന്ന് വായിക്കുന്നില്ലേ? മഹത്വ ശരീരത്തിനുള്ള ഒരു പ്രത്യേക പേരാണ് അതേ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ എന്നുള്ള പദം. അതിന് അത് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം നമ്മൾ വായിക്കുന്നത് സ്വന്തം വാസസ്ഥലം വിട്ടുപോയ
ദൂതന്മാര് ഇവിടെ വായിക്കും, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാർ അവർ ഇവിടെ വന്നു. ലൂക്കോസ് 20:36 വായിക്കുന്നത്, അവർ പുനരുത്ഥാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. അവിടെ പരീക്ഷന്മാർ വന്ന് ഒരു ചോദ്യം ചോദ്യത്തെക്കുറിച്ചുള്ള വിവരണം കൊടുക്കുന്നത്. ഞാൻ അങ്ങ് ധൃതിയായി പോകുന്നു, എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. അവർ വന്നൊരു ചോദ്യം ചോദിച്ചു. ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ ഒരുത്തൻ മൂത്തവൻ കല്യാണം കഴിച്ചപ്പോൾ അവനങ്ങ് ചത്തുപോയി. അപ്പം ന്യായപ്രമാണത്തിൽ പറഞ്ഞ പോലെ അവന്റെ സഹോദരൻ കല്യാണം കഴിക്കണം, അവനും ചത്തുപോയി. 7 പേരും അവരെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ 7 പേരും മരിച്ചു, ഇവൾ മാത്രം ശേഷിച്ചു. അവർ ചോദിക്കുന്നു, കുടുക്കിയവരെ കൊണ്ടുവന്നതേ. അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോ ഇവൾ ആരുടെ ഭാര്യ ആയിരിക്കും എന്നുള്ള അവരുടെ സംശയം. അവരെ പറഞ്ഞു, നിങ്ങൾ ദൈവവചനത്തെയും അതേപോലെ തിരുവഴുത്തുകളെയും മനസ്സിലാക്കാണ്ട് തെറ്റിപ്പോകുന്നു. അപ്പൊ കർത്താവ് പറയാണ്, സ്വർഗത്തിന് വിവാഹം കൊടുക്കുന്നില്ല, നടക്കുന്നുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ തന്നെ അവർ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ, വീണ്ടെടുക്കപ്പെട്ടോ, അവർ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. അപ്പൊ മകത്വ ശരീരത്തിലുള്ള ഒരു പ്രത്യേക പേരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച ഡൗട്ട്, ഇപ്പൊ ആരും ഡൗട്ട് തന്നെ വിളിച്ച് ചോദിക്കല്ലേ. അതെ, എന്റെ ഡൗട്ട് ഞാൻ തീർത്തില്ല. അടുത്ത ആഴ്ചയില് അതെ, ദൈവത്തിന് ദൂതന്മാർക്ക് മനുഷ്യവേഷം എടുക്കാനും ജഡം ധരിപ്പാനും അധികാരമുണ്ട് എന്നുള്ളത് നമുക്ക് തിരുവനന്തപുരത്ത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. യൂദാ പറയുന്നു, സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ മനഃപൂർവമായി അവർ തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയി. ആ വാസസ്ഥലം എന്നുള്ളതിന്റെ അതെ ഗ്രീക്കിലുള്ള പേര് ഓയിക്കേറ്റേറിയൻ എന്നുള്ള പദമാണ്. കാരണം ഞാൻ 3 മിനിറ്റ് എടുത്തോട്ടെ. അതെ, ഓയിക്കേറ്റേറിയൻ എന്നുള്ള പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, വാസസ്ഥലം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിച്ച മകത്വ ശരീരം അവർ മനഃപൂർവ്വമായി ഉപേക്ഷിച്ചു. ഇതിന് തുല്യമായ പേര് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 2-3 വാക്യങ്ങളുണ്ട്. പാർപ്പിടം എന്നുള്ളതിനും ഓയിക്കേറ്റർ എന്നുള്ള പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച നമുക്ക് ഡൗട്ട് തീർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 2-ാം പാതാളത്തിൽ പാപം ചെയ്ത ഒരു കൂട്ടം ദൂതന്മാരെ കിടക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അടുത്ത ആഴ്ച ബാക്കി ചിന്തിക്കാം. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്നെ സഹായിച്ചുവല്ലോ. കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജോയിൻ ചെയ്ത പഠിപ്പിച്ച കർത്താവിന്റെ ദാസനും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ചാക്കോ ആന്റണി അവസാനമായി പ്രാർത്ഥിക്കും. അതിനുശേഷം പാസ്റ്റർ CV ആൻഡ്രൂസ് തന്നെ ആശീർവാദം പറയുന്നതായിരിക്കും. പാസ്റ്റർ ചാക്കോ ആന്റണി, പ്ലീസ് പ്രാർത്ഥിക്കുമോ? കരുണയിൽ സമ്പന്നനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമായ സ്വർഗത്തിലെ അപ്പച്ച, നല്ല ഈ രാത്രികാലത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വളരെ വ്യക്തമായി ശക്തമായി ഞങ്ങളോട് കർത്താവെ അവിടുത്തെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരുന്നതിനായി സ്തോത്രം. ക്ലാസ് നയിക്കുവാൻ കർത്താവെ അഭിഷിക്ത ദാസനെ അങ്ങ് കരങ്ങളിൽ ഉപയോഗിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ വാഴ്ച ഞങ്ങളാക്കിയ സ്ഥാനത്ത് ഞങ്ങളായിരിക്കുന്നിടത്ത് ദൈവമേ അങ്ങയുടെ സാന്നിധ്യവും ചുമ്മിക്കൊണ്ട് ഓരോ ദിവസവും കർത്താവെ അവിടുത്തെ ഹിതത്തിനനുസരിച്ച് വചനപ്രകാരം ആത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുവാൻ ഞങ്ങൾ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളും കർത്താവെ തങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിപ്പാൻ സൂക്ഷിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാത്തരം ഉപദേശങ്ങൾ കേൾക്കുമ്പോഴും വചനത്തിൻ്റെ വ്യക്തമായ ഒരു അറിവിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് മുന്നേറുവാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജഡീനെ താഴ്ത്തി സമർപ്പിക്കുന്നു. പങ്കെടുത്ത ഓരോരുത്തരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്കായി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹിത്വവും സഹവാസവും എളിവരാകും നമ്മോട് തന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി കാലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എന്നെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവരോട് വർത്താനം പറഞ്ഞോളാം കേട്ടോ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു.
ലൂസിയൊക്കെ സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. നല്ല ഇന്ന് പരസ്യവും ഉണ്ടായിരുന്നു. നല്ലായിരുന്നു. ഞങ്ങള് പരസ്യത്തിന് പോയിരുന്നു. ഓക്കെ, നല്ലതായിരുന്നു. കുടുംബമായിട്ട് സുഖമായിരിക്കുന്നേ? സുഖമായിരിക്കുന്നു. നല്ല സുഖമായിരിക്കുന്നു. സാറാമ്മ ഷാജി, എന്തോ സാറാമ്മ സുഖമായിട്ടിരിക്കുന്നു. മോളെവിടാ? ഞാന് മുക്കട അത് കേരളത്തിലുള്ള റാന്നി മുക്കട. റാന്നി. ഞാൻ റാന്നി കീക്കൊരു ഭാഷയായിട്ടിരുന്ന അന്ന് നിങ്ങളൊന്നും ജനിച്ചിട്ടില്ല. 1968 എല്ലാ ക്ലാസ്സും കറക്റ്റ് 1 മണിക്കൂറിനാണോ? അവരൊക്കെ 1 മണിക്കൂർ മുമ്പ് നിർത്തുമായിരിക്കും അല്ലേ? ഇല്ലില്ല, അല്ല 1 മണിക്കൂർ കറക്റ്റ് ഉണ്ട്. ഞാൻ 2-3 മിനിറ്റ് കിടന്ന് ആദ്യം പ്രാർത്ഥിക്കാൻ 4 മിനിറ്റ് എൻ്റെ അങ്ങ് എടുക്കില്ലേ? അപ്പൊ ആ 4 മിനിറ്റ് ഞാൻ ബാക്കി. ഇതിപ്പോ പാതാളത്തിന്റെ ഒന്നും നമുക്കിത് ഇത്രയും ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഒത്തിരി ഇൻട്രസ്റ്റ് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. പാതാളം ഇങ്ങനെ ഇത്ര ഓരോന്നും ഇങ്ങനെ പാതാളം സ്വർഗം മൂന്നുള്ളത് അറിയാം, പക്ഷെ പാതാളം ഇങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുവരെ അറിയത്തില്ലായിരുന്നു. ലാസ്റ്റ് പറഞ്ഞപ്പോ അത് ഒത്തിരി അത് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് പഠിക്കണം, പഠിച്ചിട്ട് വേണം നമുക്ക് 2ാം തീയതി. ആൾക്കാരിങ്ങനെ ഒരുപാട് സംശയമായിട്ട് കൊണ്ടു നടക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ദൈവപുത്രന്മാരുടെ അതൊക്കെ ഒത്തിരി എന്താ പറയുന്നേ, നമുക്ക് തന്നെ ഒരു എന്താ പറയുന്ന ആത്മാവിലെല്ലാം ഒരു കത്തുന്ന ഒരു അനുഭവമാണ്. ലൂസിയുടെ നമ്പർ എത്രയാ? എന്റെ 9588 ഫാരൂഖ് 9588465123. ലൂസി അല്ലേ? ലാസ്റ്റ് ആക്ച്വലി എന്റെ ഇങ്ങനെ പാസ്പോർട്ട് എടുക്കില്ല, ഞാൻ ഇരട്ടയിലൊന്നാ. എന്റെ പേര് ആക്ച്വലി എല്ലാരും അറിയുന്ന ലവ് എന്നാണ് പേര്. ലവ് എന്നാ പേര്. എന്റെ സിസ്റ്റർ ലൗസി. അങ്ങനെ ഞങ്ങള് ലവ് ആൻഡ് ലൗസി. പക്ഷെ എന്റെ ബ്രദറിന്റെ പിന്നെ സ്കൂളിൽ വന്നപ്പോഴും എന്റെ പേര് സ്കൂളിൽ മാത്രമേ ലൂസി കിട്ടൂ. അങ്ങനെ ഒരു ലവ് എന്നാണ് അറിയപ്പെടുന്നത്. 97 44 15 08 71. ഓക്കെ, പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, ഞങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാമല്ലോ. ഏത് സമയത്താ US-ലെ ടൈം ഒക്കെ പാസ്റ്റിന്? ഇപ്പൊ ഇവിടെ ഫ്രീ ആയിട്ട് അപ്പൊ അറിയാൻ ടൈം അല്ലെ? ഏതാ ഫ്രീ ആയിട്ടുള്ളേ? അല്ല, ഫ്രീ ടൈം വിളിച്ചോ, ഞാൻ തിരിച്ചു വിളിച്ചോളാം. കാരണം എനിക്കിവിടെ ഇനി ആൾക്കാർ ഇങ്ങനെയൊക്കെ വന്നോണ്ടിരിക്കുക. അപ്പൊ എന്നെ വിളിക്കുമ്പോൾ മിസ് കോൾ കാണുമ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചോളാം. ലൂസിക്ക് എത്ര പിള്ളേരുണ്ട്? എനിക്ക് 2 മക്കള്. അവരൊക്കെ എന്തോ ചെയ്യുന്നു? മോന് അമേരിക്കയിലുണ്ട് പാസ്റ്ററെ. അമേരിക്കയിൽ എവിടെ? മോന് ഒക്ലഹോമയിലുണ്ട്. ആണോ? ഒക്ലഹോമയിലുണ്ട്. സാറാമ്മയ്ക്ക് എത്ര പിള്ളേരുണ്ട്? എനിക്ക് ഒരു മോന്. എത്ര വയസ്സായി? അവന് 19 വയസ്സ്. ഓ, എനിക്ക് 12 വർഷം കഴിഞ്ഞുള്ളതാ. ഹസ്ബൻഡ് എന്തോ എടുക്കുന്നു? ഹസ്ബൻഡ് കുവൈറ്റില്. ഓ, അപ്പൊ ഹസ്ബൻഡ് ഈ നമ്പരൊക്കെ എന്റെ നമ്പരൊക്കെ അയച്ചു. എന്റെ ഹസ്ബൻഡ് നമ്പർ അയച്ചിട്ടെങ്കിൽ എന്റെ ക്ലാസിന്റെ ഒക്കെ ഇത് എന്റെ നമ്പർ ഇങ്ങോട്ട് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഞാൻ ക്ലാസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ പലയിടത്ത് ക്ലാസ് എടുക്കുന്നുണ്ടേ. ദുബായ് ക്ലാസ് എടുക്കുന്നുണ്ട്, പിന്നെ റോമിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇസ്രായേലില്. നാളെ ഇസ്രായേലിലാണ് ക്ലാസ്. ഞാനിടയ്ക്ക് അവിടെ വാഹനം എന്തോ ഏപ്രിൽ ഗ്രാജുവേഷന് വരുമോ? ഇല്ല, ഗ്രാജുവേഷൻ ദോഹ വെച്ചല്ലേ? ദോഹയല്ല, നാട്ടിൽ വെച്ചാ.
ഓ, നാട്ടിൽ വെച്ചാ? പത്തനംതിട്ട. അവിടെ അവിടെ വെച്ചാ എല്ലാവരും കൂടുന്നല്ലേ? ആ, പത്തനംതിട്ട എന്നാ പറഞ്ഞത് ഷാജി പാസ്റ്റർ. ഏപ്രിൽ എന്നാ അത് മോളെ? ഏപ്രിൽ ഡേറ്റ് പറഞ്ഞില്ല പാസ്റ്റർ. ഏപ്രിൽ ആണെന്നേ പറഞ്ഞുള്ളൂ, പർട്ടിക്കുലർ ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തില്ല. മാർച്ച് വരെ ക്ലാസ് ഉണ്ട്. അങ്ങനെ ഏപ്രിലാണ് ഞങ്ങൾ കാണാൻ പറ്റുമല്ലോ. ലൂസിയുടെ ഹസ്ബൻഡിന്റെ പേരെന്നാ? മാത്യു എന്നാണ് ഒഫീഷ്യൽ നെയിം. മാത്യു. അല്ലല്ല, ഞങ്ങൾ രണ്ടുപേരും ഖത്തറിൽ വർക്കിംഗ് ആയിരുന്നു പാസ്റ്ററെ. ജോലിയായിരുന്നു. ഖത്തറിലായിരുന്നു? 34 years. പാസ്റ്ററൊക്കെ അങ്ങനെ അറിയാവുന്നേ. ഖത്തറിൽ ജോലിയായിരുന്നു. നമ്മൾ 2013 മുതൽ ബീഹാറിൽ, ഖത്തറിൽ തന്നെ ബീഹാറിൽ പോയി ഞങ്ങള് നമ്മുടെ ഒരു മിനിസ്ട്രി അവിടെ തുടങ്ങിയത്. ഞങ്ങളിപ്പോ 3 വർഷം. ഖത്തറിലാണോ? അല്ല, ഞങ്ങളിപ്പോ ഇവിടെ ഉണ്ട്, ഇപ്പൊ നാട്ടിലുണ്ട്. ഖത്തറിൽ ഞങ്ങൾ രണ്ടുപേരും ജോലിയിലായിരുന്നു. ഞാൻ അക്കൗണ്ട്സിലായിരുന്നു, പുള്ളി അതുപോലെ എയർലൈൻസ് ഫീൽഡിലായിരുന്നു. സാറമ്മയുടെ ഹസ്ബൻഡ് കുവൈറ്റിലാത്ത എത്ര ആളായി മോളെ? കുവൈറ്റിലായിട്ട് 18 വർഷമായി. നമ്പർ തരാമോ? തരാം. കാണാൻ അറിയത്തില്ല, നോക്കട്ടെ. അല്ല പിന്നെ അയച്ചെന്നല്ലേ മതി. ഷാജി എന്നാ പേരല്ലേ? ഷാജി എന്നാണ് പേര്. ഷാജി ജോസഫ്. ഞാൻ അയച്ചെന്നാ മതി. ഞാനൊരു നമ്പർ പരസ്യമായിട്ട് കൊടുക്കാം. എന്നെ ഒരുപാട് പേരെ വിളിക്കുകയും സാധനം പറയുകയും ഞാൻ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ശരി. എപ്പോഴും ബിസിയാ, കാരണം ഉള്ള സമയം 76 വയസ്സായി. അല്ല, ജനുവരി 5 76 വയസ്സാകുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുത്തോണ്ടാണ് നല്ല ചുണയാട്ടം നടക്കുന്നത്. നല്ല ഓർമ്മ ദൈവം തന്നിരിക്കുന്ന. എന്റെ വൈഫ് മരിച്ചുപോയി 3 വർഷം മുമ്പ്. എനിക്ക് 2 ആൺപിള്ളേരും 5 കൊച്ചുമക്കളും. മക്കളുടെ കൂടെയാണോ? അല്ല, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മക്കളൊക്കെ അങ്ങോട്ട് വിളിക്കുന്ന, അവിടെ കൊണ്ടുപോകാൻ നോക്കുന്നത്. പക്ഷെ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ശബ്ദമൊക്കെ ഇവിടെ അവർക്കും പിള്ളേർ പഠിക്കുന്ന പിള്ളേർക്കൊന്നും പഠിക്കാൻ നോക്കുന്നില്ല. പിന്നെ എന്നെ കാണാൻ ഒരുപാട് പേര് വരുവേ. മർത്തോമേൽ അച്ഛന്മാരും കത്തോലിക്കരും ഒക്കെ വരും ഇവിടെ. അപ്പൊ അവർക്ക് അതൊരു ജോലി ചെയ്യുന്നവർക്കൊക്കെ അസൗകര്യമില്ലേ? തീർച്ചയായിട്ടും ഭക്ഷണം കൊണ്ടുതരും. അച്ഛന്മാരൊക്കെ കൊണ്ട് ഭക്ഷണമൊക്കെ കൊണ്ടുതരും. ദൈവിക വെളിപ്പാട് അവർക്ക്. നാട്ടുകാർക്ക് മൊത്തം എന്നെ ഭയങ്കര ജീവനാ. അവരൊക്കെ എപ്പോഴും വിളിക്കുകയും കാണാനൊക്കെ വരുവേ. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോട് സ്തോത്രം. ലൂസിക്കായി പ്രാർത്ഥിക്കുന്നു, നിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രി അനുഗ്രഹിക്കണമേ, ബീഹാറിലെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കണമേ. സാറാമയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഷാജിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ, കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. 12 വർഷം ശേഷം ഉണ്ടായ ഒരു കുഞ്ഞാണല്ലോ, അവനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ലൂസിയുടെ മകൻ മക്കളുമായിട്ടുണ്ടല്ലോ, നിന്റെ മകനെ നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ കുറവുകൊണ്ട് നിറയ്ക്കണമേ. കുടുംബമായിട്ട് നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമേൻ. മക്കളമ്മയുടെ മോന് കല്യാണം കഴിച്ചാണോ? ഇല്ല, അല്ല പാസ്റ്റർ, കല്യാണം കഴിഞ്ഞിട്ടില്ല. എത്ര വയസ്സായി? 32 വയസ്സ്. 32. ഓക്കെ. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷ് ചർച്ചിലാണ്. റേമ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചു. റേമ ഇല്ലേ, റേമ തൽസ, അവിടെ പഠിച്ചു. അവിടെ ചർച്ചിലൊക്കെ പോന്നെ. ഖത്തറിൽ ജനിച്ചു വളർന്ന. മലയാളം അത്രയും വർഷമില്ല, ഇതില്ലാത്തതുകൊണ്ട് അവര് ഇംഗ്ലീഷ് റേമയിലാ പോന്നെ. റേമ ബൈബിൾ കോളേജിൽ, അവിടെ ആ ചർച്ചിലാ പോന്നെ. ഞാനും ചിന്ത വെക്കാം. ഓക്കെ പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. നിങ്ങളെ കണ്ട വലിയ സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം ഉയർത്തട്ടെ, മാനിക്കട്ടെ, സ്വർഗത്തിന്റെ കൃപ പകരട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഒരുപാട് പേര് പ്ലാറ്റ്ഫോമിലുണ്ടല്ലോ. ഓക്കെ, ഞാൻ അറിയിക്കട്ടെ. ഓക്കെ.